Yes. Welcome to Who's Supervising This? Commercial സ്വന്തം Nomadian. Yasser. V60's owner. കാലത്ത് ഞാൻ ആദ്യത്തെ സ്റ്റോറി കണ്ടപ്പോൾ you had a lot of hair. And then you went buzz cut. പിന്നെ ഒരു 1/2 മണിക്കൂർ ഞാൻ ബിഗ് വെക്കും, ഊരി വെക്കും. ചേഞ്ച് വേണത്ര. ആശാൻ ഒരു കടി അടിച്ചതിന് ശേഷം ഇത് കൊള്ളാം, ഇത് നാളെ തന്നെ വരാം. ഞാൻ ആദ്യം ഇതിനെ വിളിക്കും, എടാ ഒരു സാധനം ഉണ്ട്, ഒന്ന് കേട്ട് ചിരിക്കാൻ പറ്റുമോ ചിരിക്കും. പിന്നെ അത്ര സ്മൂത്ത് ആയിട്ട് പോയില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് V60, കാരണം എനിക്ക് കുറച്ചും കൂടി വലിയ ബ്രാൻഡ് ആക്കുന്നുണ്ടായിരുന്നു. Videos, Studiologyയുടെ വീഡിയോസും കേൾക്കുന്നുണ്ടോ? സ്റ്റുഡിയോളജി നിങ്ങളുടെ ഫാനാണ്. സ്റ്റുഡിയോളജി സർക്കിൾ അടിപൊളിയാണ്, നല്ല സർക്കിൾ. പവർ ഗ്രൂപ്പ് ഞങ്ങൾ സ്വയം വിളിക്കുന്ന പവർ ഗ്രൂപ്പ്. എന്റെ കണ്ടന്റിൽ എല്ലാ ഫുഡ് ബ്ലോഗേഴ്സിനെയും കൊണ്ടുവരണം, ആ ഒരു പക്ഷെ പുള്ളി മാത്രമേ ഓക്കെ പറഞ്ഞോളൂ. ഈവൻ വെറൈറ്റി ഫുഡ് പോലും ആദ്യം പറഞ്ഞില്ല. എന്നാ തോന്നിച്ചത് ഇവിടെ നിർത്തിക്കോ നിന്റെ പരിപാടി. ചോദ്യം ഭർത്താനൊന്നുമില്ല, നിർത്തിക്കോ. നീ ഇവിടെ നിർത്തിക്കോ നിന്റെ പരിപാടി, ഇന്നത്തോടെ നിർത്തിക്കോ. ഞാനും മൊബൈൽ കമ്മീഷനിലുള്ളതാ. ആൾക്കാരുടെ വിചാരമുണ്ട് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് അറിയാമെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇല്ല, ചെയ്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. രാവിലെ തന്നെ വായിക്കാൻ പറ്റില്ല. ഒരു വിഷം നീക്കത് ഇത്ര സെറ്റ് ചെയ്തില്ല ഇതുവരെ. വരയ്ക്കാൻ ദിവസം എഴുതിയാ പോലെ വരയ്ക്കാൻ അല്ല, ഇത് ഇങ്ങനെ അല്ലടാ, വട്ടം ഏതോ സിനിമയില്ല കൊറേ കഷ്ടപ്പെട്ടാണല്ലോ. പറയൂ കേക്കട്ടെ. എന്നെ അങ്ങനെ ഊക്കല്ലേ കടന്ന് വരികയാണ്. ആർക്കും അറിയത്തില്ല. വീട്ടുകാര് അന്നേ പറഞ്ഞല്ലേ, ഇപ്പൊ പറയാതെ ഔട്ട്ഫിറ്റ് ഭയങ്കര പ്രാന്ത. ഇതിനാടാ വന്ന് ചെയ്താ ചോദിച്ചത്, ഇതിനാടാ ഞങ്ങളുടെ കച്ചവടം, അങ്ങ് ഇത്ര കച്ചവടം മതി, ഇതാടാ നീ ഉണ്ടാക്കി വെച്ചാൽ. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിട്ട് വാപ്പാടുന്നു. സ്കൂളില് ഡാൻസ് ഞാൻ ഡാൻസറാണ്. അതൊന്നും ആർക്കും അറിയത്തില്ല. എന്റെ ഒരു കമ്മിങ് ബ്ലോഗില് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷര കേക്കട ചത്ത മൂത്രത്തെ കള്ള ജോർജ് സാറാടാ ഇതിലിട്ടു. അയ്യോ അതിലിട്ടോ, And we have two very special guests today. നമ്മുടെ പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് ഗസ്റ്റ് ആണ്, റൈറ്റ്? ഞങ്ങളുടെ വെരി ഫസ്റ്റ് ഗസ്റ്റ് Nomadian and Yasser. ഇവർക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. ആർക്കും ഇൻട്രൊഡക്ഷൻ വേണ്ടെന്ന് ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്കോ? നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വേണ്ട. Everyone knows you. വിളിച്ചു വരുത്തിയതാണോ ഇത്? പോഡ്കാസ്റ്റ് അല്ലേ? But no, on a serious note, Nomadian-നെയും Yasser-നെയും കുറിച്ച് പറയുമ്പോൾ they're like one big package is what I have to say, like V60 package sitting there. Thank you. നമ്മുടെ eyes are on the package actually. ഏത് വിഷയം അത് നമ്മളടുത്തേക്ക് വരും. അതെ, correct. അല്ല, എന്നാലും നമുക്ക് ഇവരെ അറിയാത്ത ആളുകളുണ്ട്, എന്നാലും മില്യൺ വ്യൂസിലേക്ക് പോകുന്നതാണല്ലോ. അപ്പൊ അറിയാത്ത ആളുകൾക്ക് വേണ്ടിട്ട് നമ്മൾ അന്നെ എങ്ങനെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ആരാണ് Nomadian? I am known for my honesty. Okay. So talking about Nomadian, എനിക്ക് ആദ്യം Nomadian അറിയുന്നത് is through one video that was very fast cut and I was like, ഇതാരാ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. Then I realized, ഇതൊരു ഫുഡ് ബ്ലോഗിംഗ് വീഡിയോ ആണല്ലോ. So yeah, he's a very interesting guy. One thing I've felt is that he's very ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാളാണോ, റൈറ്റ്? ഇന്ന് കാലത്ത് ഞാൻ ആദ്യത്തെ സ്റ്റോറി കണ്ടപ്പോൾ you had a lot of hair and then you went buzz cut. പിന്നെ ഒരു 1/2 മണിക്കൂർ ഞാൻ ബിഗ് വെക്കും, ഊരി വെക്കും. ചേഞ്ച് വേണത്ര. So you're a very creative minded, very cool guy. So very creative. കേൾക്കുന്നില്ല ഇപ്പോൾ. So that's Nomadian. Come on, let's give a big round of applause to him. Thank you.
മൊബൈൽ കമേഴ്ഷ്യലിന് സ്വന്തം നൊമാഡിയൻ. അങ്ങനെ പറയാം. അതാണ് And then moving to Yasser. Yasser. He's a mystery guy. He's very mysterious, and adu matralla, I was going through Yassir's account. I was stalking your page completely. Okay. And that's when I realized you're such a talented guy who is an artist. He draws. And അത് കണ്ടു ഞാൻ ഇറ്റാട്ടി വരെ പോയി. അതും വശമുണ്ട്, അതൊക്കെ ഞാൻ എല്ലാ വശമുണ്ട് Multi talented. ഞാൻ അത്ര താഴത്തില്ല. വീഡിയോഗ്രാഫർ ആണ്, സിനിമാറ്റോഗ്രാഫർ ആണ്, എഡിറ്റിംഗ് ചെയ്യും, റെട്രോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. സോ And of course, V60's owner, Yasser. അതെ വെരി ടാലന്റഡ് ഗായ്. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ടാലന്റ്. നിങ്ങൾ എങ്ങനെ കണക്ട് ആവുന്നത് ശരിക്കും? അത് വലിയൊരു കഥയാണ്. അത് നല്ല സ്റ്റോറി. B60 തുടങ്ങി. B60 ലോഞ്ച് ചെയ്തിട്ട് 1 വീക്ക് ആയിട്ടില്ല. 1 വീക്കിന് മുന്നേ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനെ ആരെ വിളിക്കണം എന്ന് നോക്കുമ്പോൾ എനിക്കിങ്ങനെ നോർമലി എല്ലാവരും വന്ന് ഇങ്ങനെ ഉള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ അത് ഫുഡിനെ മാത്രം പ്രൊമോട്ട് ചെയ്യും, ബ്രാൻഡിനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ പ്രൈസിനെ പറ്റി പറയും, അതല്ല എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ആരും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവൻ പോപ്പായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട് ഫീഡിൽ. പക്ഷെ ഇവന് അങ്ങനെ ഭയങ്കര വീഡിയോസ് ഒന്നും ഇല്ല, ആകെ 3-4 ചെയ്തിട്ടുള്ളൂ, 4ാമത്തെ എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവനൊന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു ഇവൻ ജിമ്മിൽ വരുന്ന മൊബൈലിലുള്ളതാ, അവിടെ ജിമ്മിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് മെസ്സേജ് ചിലപ്പോൾ ജാട കാണിക്കും, നീ ഒന്ന് ട്രെയിനർ ഉണ്ട് ജിമ്മിൽ ഷിനു, അപ്പൊ അവന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക് ഇവനൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഷിനുവിന്റെ അടുത്ത് പറഞ്ഞ് ഷിനു ഇവന്റെ പിന്നാലെ നടന്നു, ബാക്കി അവൻ പറയും. ഷിനു ഫസ്റ്റ് ദിവസം പറഞ്ഞു ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ബർഗർ ഷോപ്പ് ഉണ്ട്, അപ്പൊ എന്റെ മനസ്സിൽ കഫറ്റീരിയ റേഞ്ചിൽ ഞാൻ ഈ ബർഗറും ചെയ്തില്ല, നീ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസമായി 2 ദിവസം ഇവൻ സീരിയൽ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഷിനുവിന്റെ അടുത്ത് ഒറ്റ പറഞ്ഞുള്ളൂ കേട്ടോ, അവൻ പിന്നാലെ നടന്നു. അവന്റെ പിന്നാലെ നടന്നു. അപ്പൊ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ പറയുന്നത്, യാസ്വന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ പറയുന്നത് നല്ല ബർഗർ അവിടെ കഴിച്ചു നോക്ക്. ഒരു ദിവസം ഞാൻ പറഞ്ഞു എന്നാ പോവാം. അങ്ങനെ രാത്രി ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യാൻ നിൽക്കുക ഷോപ്പ്. അതുകൊണ്ട് ഒരാള് സോപ്പ നിലകൊക്കെ നോക്കി, ആ കൊള്ളാം അത് ഓർഡർ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഇത് നല്ലതാ, അങ്ങനെ നിങ്ങൾ പറയുന്നത് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ നല്ലതാണെങ്കിൽ നല്ലത് അറിയുള്ളൂ. ഞാൻ കിച്ചണിൽ പോയി എടുത്തു കൊടുക്കും ഒരു ബർഗർ. അങ്ങനെ ബർഗർ കിച്ചണിൽ ശരിക്കും അങ്ങനെ പറഞ്ഞേ. അങ്ങനെ കിച്ചണിൽ പോയി ക്ലോസ് ചെയ്യുന്ന നേരമല്ലേ. അപ്പൊ ലാസ്റ്റ് ഒരു ബർഗർ ഉണ്ടാക്കി അവന് കൊടുത്തു, പിന്നെ അവന്റെ കൂടെ വന്നവർക്കും കൊടുത്തു. ആശാൻ ഒരു കടി കഴിച്ചതിന് ശേഷം ഇത് കൊള്ളാം, ഇത് നാളെ തന്നെ വരാം, ഞാൻ നാളെ തന്നെ വീഡിയോ ചെയ്യാം. പിന്നെ തോളി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചങ്കായി. ഫസ്റ്റ് വീഡിയോ ഇറക്കി അന്ന് രാത്രി ഞാൻ അവനെ വിളിച്ചു, വീഡിയോ റീച്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ടു അങ്ങോട്ടും. അപ്പൊ മെസ്സേജ് ഇട്ടു, കോൾ ചെയ്ത് കുറെ നേരം സംസാരിച്ചു. അപ്പൊ അവന്റെ ഐഡിയാസ് പറഞ്ഞു, അവൻ ഇങ്ങനെ വീഡിയോഗ്രാഫർ. അപ്പൊ ഞാനും വീഡിയോഗ്രാഫറാണ്. അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്, ഇഷ്ടമാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാം. അപ്പൊ ഇവൻ ഷൈ ആണ്, ഞാൻ ഇതിന് മുന്നേ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നീ ഇങ്ങോട്ട് വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ഞങ്ങൾ ഒരുമിച്ച് വ്ളോഗ് ചെയ്ത് തുടങ്ങി. അങ്ങനെ യാസറിന്റെ വീഡിയോയിൽ വന്ന് ഫെമിലിയർ ആയിട്ടുണ്ട്. പിന്നെ ഫോണ്ട് കൊടുത്തു, ഇവന്റെ ഒരു ഫോണ്ട് എനിക്ക് തന്നു. അതിന് മുന്നേ എന്റെ എല്ലാം കച്ചറ ഫോണ്ടായിരുന്നു. ആ ഫോൺ യെല്ലോ കളർ ഒരു റെട്രോ ഫോണ്ടാണ്. റെട്രോ ഫോണ്ട് അത് ഞാൻ കൊടുത്ത് ഇത് ഇട്ട് നല്ലതായിരിക്കും. അപ്പൊ എന്റെ കട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ഫാസ്റ്റ് കട്ടാണ്, നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവനാണ് എനിക്ക് പറഞ്ഞത് നിന്റെ കട്ട് നോൺ ലീനിയർ അടിക്കുക. പക്ഷെ എന്റെ ഐഡിയയില് ഞാൻ ആരും ചെയ്യാത്തൊരു സാധനം ചെയ്യണം എനിക്ക്, അല്ലാതെ 10 ഫുഡ് ടേബിളിൽ നിരത്തിയിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. ആദ്യമേ കഴിച്ചു നോക്കിയിട്ട് ബെസ്റ്റ് 1, 2, 3 മാക്സിമം നമുക്ക് അതേ പറ്റൂ. ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയി നമുക്ക് അതേ പറ്റൂ. 10 ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പൊ എവിടെ പോയാലും you first go and try the food and then review it. That's actually very well. ആംബിയൻസ് നോക്കും, വന്നിട്ട് ഇരുന്ന് എഴുതും, എന്നിട്ടാണ് നമ്മൾ നമ്മളെല്ലാം സ്ക്രിപ്റ്റ് എഴുതും. നോട്ട് ചെയ്ത് നോക്കാൻ ചളി ചളി അടക്കം, ചളി വരെ സ്ക്രിപ്റ്റഡാ, എല്ലാം സ്ക്രിപ്റ്റാ. അപ്പൊ ഈ ചളി എങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നത്? അത് വരും, ഞങ്ങൾ എങ്ങനെയാണ് അത് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, പണ്ടത്തെ ഏഷ്യാനെറ്റിലൊക്കെ കോമഡി സ്റ്റാർസ് അങ്ങനെ കുറെ പരിപാടിയുണ്ട്. അപ്പൊ അതിനകത്ത് ഫുള്ള് നല്ല ഫണ്ണും നല്ല ക്ലാസ് സാധനങ്ങളുണ്ട്. ആ സാധനം ചുരണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും, അത് നമ്മൾ ഓർഡർ ചെയ്യും. നല്ല ഹോംവർക്ക്. കാരണം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഇരിക്കുമ്പം ഞങ്ങൾ 3 പേരും പറയായിരുന്നു ഇതിപ്പം തന്നെ വരുന്നതായിരിക്കോ അതോ നിങ്ങൾ ചിലത് വളരെ റയറായിട്ട് നമ്മളൊരു സാധനം ത്രെഡ് സ്പോട്ട് വരും, നല്ലൊരു സ്പോട്ട് വരും.
എന്റെ വായിന്ന് വരും, പക്ഷെ നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരും അങ്ങോട്ട് ചളിക്ക് നാച്ചുറലി ടാലന്റഡ് ആണ്. പക്ഷെ ചളിനെ ഞങ്ങൾ റിസർച്ച് ചെയ്യും ചളിനെ പറ്റി. ഫോണിൽ കൂടെ സംസാരിക്കും ഞങ്ങൾ. ഫോണിൽ കൂടെ ഞാൻ പറയടാ, എനിക്ക് ഇങ്ങനെ ഒരു ചളി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവരെ വിളിക്കും, എടാ ഒരു സാധനം ഉണ്ട്, ഒന്ന് കേട്ട് ചിരിക്കാൻ പറ്റുമോ ചിരിക്കും. അന്തോ അടുത്ത വീട്ടിലാണ് എടുക്കാം. അങ്ങനെയാണ്, അങ്ങനെ ഞങ്ങൾ കണക്ട് ആയി. പിന്നെ യാസർ ഗ്രോ ചെയ്ത് പോകുന്നു, ഞാനും അതിന്റെ ഒപ്പം ഗ്രോ ചെയ്യുന്നു. മനസ്സിലായി? എപ്പോഴും നമ്മൾ അങ്ങനെ ആണല്ലോ. വീഡിയോയില് വരാനുള്ള കോൺഫിഡൻസ് തന്നത് ഇവന്റെ വന്നതിന് ശേഷം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് യാസറിന്റെ വൺ ഓഫ് ദി വീഡിയോസ് അയ്യോ ഫ്ലേവയുടെ വീഡിയോ you were the one who was starting it, and then there's a small transition cut, and something I really enjoyed was the fact that it's very short. ഭയങ്കര പെട്ടെന്നല്ല, ഹുക്ക് ഉണ്ട് അതില്, എല്ലാം ഉണ്ട് അതില്. അത് ഇൻസ്പയർഡ് വിടുന്ന എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വരുമെന്ന് സംസാരിക്കില്ലായിരുന്നു ഞാൻ. സംസാരിക്കാനുള്ള ഇല്ല. ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു. ഈവൻ ഫസ്റ്റ് വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സംസാരിക്കുന്നില്ല. അപ്പൊ എനിക്ക് ബ്ലാ സംസാരിക്കാൻ പറ്റും, എനിക്ക് ആരെയും മൈൻഡ് ഒന്നും ഇല്ല, ഞാൻ സംസാരിക്കും. പൈപ്പ് ഓർന്നിട്ട പോലെ ഡയലോഗ് അപ്പൊ ഞാൻ സംസാരിക്കും അങ്ങനെ സംസാരിച്ച് ഇവർ ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പം വിളിച്ചാൽ വരത്തില്ല. ഇപ്പൊ മുതലാളിയാണ്ട് ഇപ്പം വീട്ടിൽ ഇപ്പൊ പണി നടക്കുന്നുണ്ട്. ഇല്ല വരണ ആഗ്രഹമുണ്ട്. ഇപ്പൊ 2 പുതിയ ഷോപ്പിൽ സ്വന്തമായിട്ട് വീട്ടിൽ സമയമുണ്ട്, നമ്മുടെ വീട്ടിൽ വരത്തില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് ഫെയിം ആയല്ലോ. ഞാൻ ഫ്രീ ആവും. ഫ്രീ ആയിട്ടില്ല, ഇപ്പൊ നല്ല പണിയില്ല. ഫ്രീ ആയിട്ട് വരുമെന്നാ പറയുന്നത്. ഞാൻ നിരന്തരം വിളിക്കും, ഡെയിലി വിളിക്കും. ഒരു കണ്ടന്റ് ഉണ്ട്, എനിക്ക് കുറച്ച് തേനാക്കാം. OG friend, the friend that helps you grow together. ഞാൻ അന്നോട്ട് ഡെയിലി ഇവനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഞാനും വിളിക്കുമ്പോ ഇവൻ വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. അല്ലെങ്കിലും വിളിക്കും. ഞാൻ മൊബൈൽ കൊമേഴ്സിൽ വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ ഞാൻ സ്ഥിരം വിളിക്കും, ഞാൻ മിക്ക ദിവസം വിളിക്കും. That's such a cute thing. ഇത് തുടങ്ങുന്നതിന് മുമ്പ് രമാഡിയിൽ എന്താ ഈ കോണ്ടന്റ് ക്രിയേറ്ററിന് മുമ്പുള്ള ലൈഫ് എന്താ? അതായത് ഇതിൽ വരുന്നതിന് മുന്നേ വീഡിയോഗ്രാഫി ആയിരുന്നു. അതിന് മുന്നേ IT റിക്രൂട്ടർ ആയിരുന്നു, HR ആയിരുന്നു. അതിൽ നിന്നാണ് കൺവേർട്ട് ചെയ്ത്. അതെല്ലാം വലിയ സ്റ്റോറി, അതൊക്കെ പറയാണ്ട് ഈ പോഡ്കാസ്റ്റ് തീരത്തില്ല. UAE 2018 വന്നു. So 7 years. ഞാൻ 9th പഠിക്കുമ്പോൾ Nomadian came to Dubai. ഒരാവശ്യമില്ല, അത് കട്ട് കളയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാവശ്യമില്ലാണ്ട് നമ്മളെ അങ്ങ് അങ്ങനെ ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറി. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാലും ഞാൻ നാട്ടിലാണ് IT റിക്രൂട്ടിങ്, 3 വർഷം IT റിക്രൂട്ടിങ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് IT റിക്രൂട്ടിങ് തന്നെ മതി, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് വന്നേ. പക്ഷെ ഇവിടെ വന്നിട്ട് കിട്ടിയില്ല. അപ്പൊ പഠിച്ചതൊക്കെ ഈ IT ഫീൽഡാ? ഞാൻ MBA പഠിച്ചത്, HR മാർക്കറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് നാട്ടില് നല്ല സുഖിച്ചു വന്നു. ഇവിടെ വന്നു. ഇവിടെ കല്യാണം കഴിക്കാനൊക്കെ അല്ലേ നമ്മള് അല്ല കല്യാണം കഴിക്കാനൊക്കെ നമ്മൾ സെറ്റ് ആവാൻ എല്ലാവരും വരുന്നത്. ആ സമയത്ത് അങ്ങനെ വന്നു, കിട്ടി, ജോലിക്ക് കയറി. അതൊക്കെ ഭയങ്കര ദുരന്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മലയാളി കമ്പനിയിൽ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞു, അവരെന്നെ ടെർമിനേറ്റ് ചെയ്തു. അത് ഒരു ഈഗോ ഇഷ്യൂ ആണ്. അതെന്താ, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പണിയിൽ ഞാൻ കുറച്ച് കുഴപ്പമാണെങ്കിലും ശമ്പളമായാലും കുറവായിരുന്നു, ഭയങ്കര കുറവായിരുന്നു. പക്ഷെ എനിക്ക് ഓക്കെ ആയിരുന്നു അതിനകത്തല്ല. എനിക്കെങ്കിലും പിടിച്ചു തന്നാ മതിയായിരുന്നു. രാവിലെ 5:30 എണീക്കും, വൈകിട്ട് വീട്ടിൽ വരുന്നത് ഷാർജയിൽ മുഗലയിലായിരുന്നു താമസം, അക്കോമഡേഷൻ. വീട്ടിൽ ഒരു 9 മണിയാവും. അങ്ങനെ പക്ഷെ ആ സ്ഥലത്താണ് ഞാൻ സെറ്റായി. എവിടുന്ന് തുടങ്ങി അവിടെ തന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വ്ളോഗിങ് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എഡിറ്റ് ഒരു വേറെ കട്ടാണ്, ഫാസ്റ്റ് കട്ട്. അപ്പൊ അതെങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാൻ ചുമ്മാ ട്രൈ നോക്കിയതാ, അതങ്ങ് ഹിറ്റായി. പിന്നെ 2-3 വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരിന് പറഞ്ഞു തുടങ്ങി മൊബൈലൊക്കെ ഉപേക്ഷിച്ച് വെക്കുമ്പോൾ. അതെനിക്കൊക്കെ രസമായി, ആൾക്കാർ വന്ന് ഫോട്ടോ ആൾക്കാർ നോട്ടീസ് ചെയ്യേണ്ടത്. ഈ ഫുഡിന്റെ ഇൻട്രസ്റ്റ്, did that play a major role in your? ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ മേജർ ഫുഡ് സ്പോട്ട് അറിയാം, പക്ഷെ ഇതൊന്നും ആരും വീഡിയോ ഇടുന്നില്ല, ആരും വീഡിയോ ചെയ്യുന്നില്ല. പക്ഷെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട്, ആരും അറിയുന്നില്ല. മുവേല കൊമേഷൻ എന്ന സ്ഥലം ആൾക്കാർക്ക് മുവേല എന്ന് മാത്രമേ അറിയൂ. മുവേല കൊമേഷൻ അങ്ങനെ ആരും അറിയുന്നില്ല. മുവേല സ്ഥലമുണ്ട്, ഓൾഡ് മുവേല ഉണ്ട്, ന്യൂ മുവേല ഉണ്ട്. കൊമേഴ്ഷ്യൽ നല്ല സ്ഥലമല്ലേ? ഞാൻ അവിടെ താമസിച്ചിരുന്നത്. അവന് ടെസ്റ്റ് ഉണ്ട്. So why, when and how B60? ഇപ്പോ ഫുഡിൽ
മുന്നേ മുമ്പ് what was your life before B60? ബിഫോർ കോവിഡ് വന്ന സമയത്ത് Ah, ഒന്നും ചെയ്യാനില്ല. yeah, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബികോമാ. okay, ബികോം നത്തിങ് ഇൻട്രസ്റ്റിംഗ്. yeah, ഞാൻ +2 പഠിച്ചത് തന്നെയാണ് ബികോമിലും കുറച്ചും കൂടെ വലുതായിട്ട് പഠിക്കുന്നത്. ഭയങ്കര ബോറിംഗ് തോന്നി, ടൈ കെട്ടി പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ UAE ആ സമയത്ത് ഭയങ്കര ലിമിറ്റഡ്, ഇങ്ങനെ മീഡിയ ഒന്നും അത്ര ഇതില്ല. true, that's true. പിന്നെ കിട്ടിയെന്ന് വെച്ചാൽ വീഡിയോഗ്രാഫി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിന്റെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കൊടുത്ത് ആ വീഡിയോ കണ്ടിട്ട് 2-3 വർക്ക് കിട്ടാൻ തുടങ്ങി ഫ്രീലാൻസ്. അപ്പൊ ഒരു പോർട്ട്ഫോളിയോ, ആ പോർട്ട്ഫോളിയോ വെച്ചിട്ട് എനിക്ക് മൂവയിലെ ഒരു കഫേ ഉണ്ടായിരുന്നു, നോട്ടേ സ്പേസ് എന്ന് പറഞ്ഞിട്ട്. അവർ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്. അപ്പൊ അവിടെ ഇതുപോലെ വീഡിയോഗ്രാഫർ ആവശ്യമുണ്ട്, ക്രിയേറ്റീവ് ഡയറക്ടർ ആവശ്യമുണ്ട് പറഞ്ഞ് ഒരു ആഡ് കണ്ടു. ഞാൻ ചുമ്മാ കിട്ടിയ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കി. അവർ വിളിച്ചു വെച്ചു സാലറി എത്ര എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഇത്ര കൊണ്ട്. അങ്ങനെ ജോലിക്ക് വന്നു, മൂവയിലയിൽ താമസാക്കി. മൂവയിലെ തന്നെ ഷോപ്പുള്ളത്. പിന്നെ അവിടെ വർക്ക് ചെയ്ത് 1 year വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഫ്രീലാൻസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ റിസൈൻ ചെയ്ത് ഫ്രീലാൻസിങ്ങിന് ഇറങ്ങി. പിന്നെ ഒരു 3 years ഫ്രീലാൻസ് ചെയ്ത്. പക്ഷെ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സുഖം കിട്ടുന്നില്ല. വീഡിയോഗ്രാഫി ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഫുഡിലേക്ക് വരുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഫുഡിലേക്ക് വേണ്ടിയിട്ട് കുറെ ഫുഡിന്റെ ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തു വീഡിയോഗ്രാഫർ ആയിട്ട് തന്നെ. അപ്പൊ ബാക്ക് എൻഡിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പൊ കിച്ചണൊക്കെ കാണാമല്ലോ. ഷെഫിനെ കാണുമ്പോൾ ഞാൻ സംസാരിക്കും, പിന്നെ അവരാകുമ്പോ എല്ലാം പറഞ്ഞു തരും. ഞാൻ വീഡിയോഗ്രാഫർ അല്ലേ, ഇപ്പൊ പറഞ്ഞു തരാൻ എനിക്ക് കാര്യമൊന്നുമില്ല. എല്ലാം പറഞ്ഞു തരും, ഞാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു, എക്സ്പീരിയൻസ് ആ വഴി പഠിച്ചു. പിന്നെ ഒരു ബ്രാൻഡ് തുടങ്ങി, M10 എന്ന് പറഞ്ഞിട്ട് മൂവയിലിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ അത്ര സ്മൂത്ത് ആയിട്ട് പോയില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് B60, കാരണം എനിക്ക് കുറച്ചും കൂടെ വലിയ ബ്രാൻഡ് ആക്കുന്നുണ്ടായിരുന്നു. ബിഗർ സ്പേസ്, ഒരു ആംബിയൻസ്, ഇന്റീരിയർ. അവനത് പറയാൻ മതി, എനിക്ക് That's something I've seen between you guys. ഞാൻ മുമ്പത്തെ പോഡ്കാസ്റ്റ് കാണുമ്പോഴും I saw how beautifully you guys were backing each other up. Like ഒരാൾക്കൊരു കാര്യം ഞാൻ പോഡ്കാസ്റ്റ് not with him, I know variety. But I'm saying on quality I've seen even നിങ്ങളുടെ videos, Studiologyയുടെ videos ഉം കേൾക്കുന്നുണ്ടോ സ്റ്റുഡിയോളജി? ഞാൻ കാര്യം പറഞ്ഞാൽ നെർവസ് ആണ്, അതുകൊണ്ട് വീഴുന്ന വെള്ളിയാണ്. പക്ഷെ ഞാൻ നല്ലോണം റിസർച്ച് ചെയ്തിട്ടുണ്ട്. സുബിനോളജി കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫാനാണ് സ്റ്റുഡിയോളജി. ഇതൊക്കെ ഭാവിയിൽ ഒരു ട്രോളായി വരും. സുബിനോളജി സ്റ്റുഡിയോളജി Anna is just Anna. എനിക്ക് ഇങ്ങനത്തെ വള്ളികളൊക്കെ വീഴാറുണ്ട്. Let's not mind that. അത് മാറ്റിയിടാം. Anyways, ഞാൻ ആ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം is how nicely you guys back each other. And I've always appreciated that എന്താ പറയാ, രസം. അത്ര ഉള്ളൂ എനിക്ക് അതിനോട് പറയാനുള്ളൂ. പക്ഷെ അങ്ങനെ വേണം കേട്ടോ. നമുക്ക് ഫ്രണ്ട്ഷിപ്പില് സെൽഫിഷ് ആവാൻ പാടില്ല. എന്റെ ഒരു എപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കണം. ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈഗോ ക്ലാഷ് വരും. ഞാൻ വേറെ ഫീൽഡില്ല, ഞാൻ വീഡിയോഗ്രാഫർ, ഇവൻ വീഡിയോഗ്രാഫർ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഫ്രെയിം ആയിരിക്കത്തില്ല, ഡിഫറെന്റ് ആയിരിക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അവിടാണ് ക്ലാഷ്. ബിസിനസ് ആണെങ്കിൽ തന്നെ ഞാൻ ഷെഫ്, ഇവൻ ഷെഫ്, ഇവ ഉണ്ടാക്കുന്ന അതേപോലെ എപ്പോഴും അതൊരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നു, അവിടാണ് കാര്യം. ചില കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് അടിക്കണം, ചില കാര്യങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ ഇതുവരെ പോകുന്നുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. So to both of you, who was your biggest support? If it's B60 also, if you're starting your own food blogging also, to both of you. നിനക്ക് സപ്പോർട്ട് കിട്ടിയാരോ? Biggest support. ബിഗിനിംഗിൽ നല്ല സപ്പോർട്ടായിരുന്നു. വളർന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അങ്ങനല്ല. പക്ഷെ എന്റെ വളർച്ചയിൽ എനിക്ക് പറഞ്ഞ കുഴപ്പമില്ല. എന്റെ വളർച്ചയിൽ യാസർ ഒരു ഘടകമാണ്. ഇനി അവൻ അങ്ങനെ തോന്നുന്നു എനിക്ക് അറിയത്തില്ല. അവന്റെ വളർച്ചയിൽ ഞാൻ ഒരു സപ്പോർട്ടീവ് ക്യാരക്ടർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ആവാം, ആവാതിരിക്കാം. ഞാൻ പറയട്ടെ അത്. എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിച്ചു. ഞാന് ഇതുപോലെ സ്റ്റാർട്ടിങ് ഞാൻ മലയാളി ഇൻഫ്ലുവൻസേഴ്സിൽ ഞാൻ കോൺടാക്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് വളരെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. വലിയ ആൾക്കാരും ബഡ്ജറ്റ് ഇല്ല, പിന്നെ പൈസ ഇല്ല. സ്റ്റാർട്ടിങ് അപ്പൊ ഇവനാണ് ആ സമയത്തുള്ളത്. അപ്പൊ മലയാളി ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ റീച്ച് ചെയ്തിട്ടില്ല. മലയാളി ഓഡിയൻസിന്റെ ഫസ്റ്റ് കൊണ്ടുവരുന്നവനാ.
കാരണം അതിനുശേഷം വന്നത് സുബിനോളജിയാണ് പിന്നെ അത്. Yeah. അതിന് മുന്നേ ഒരു മലയാളീസ് കയറാൻ തുടങ്ങിയത് ഇവിടെ Yeah, വന്നിട്ട്. that's true. I think before that, our student, അതെ, അത് ആ സാധനം uni school, ഒരു അതെ. segment ആയിരുന്നല്ലേ focused on. മലയാളി ഓഡിയൻസിന്റെ അടുത്തേക്ക് ഫസ്റ്റ് ബ്രാൻഡിനെ പറ്റി റീച്ച് ചെയ്യിക്കുന്നവനാ. So is he your biggest support? Is that what you're saying? ഇപ്പോഴും മലയാളി ഓഡിയൻസ് ഞാൻ മലയാളസിനെ കൊണ്ട് വേറെ ആരും കൊണ്ട് വ്ളോഗ് ചെയ്യിപ്പിച്ചിട്ടില്ല. സുബിനോളജി ഇവനും മാത്രം, പിന്നെ ഷസാമും ചെയ്തിട്ടുണ്ട്. ഷസാമിന്റെ വഴി കൂടെ പുള്ളി സപ്പോർട്ട് ചെയ്യലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇവനും സുബിനോളജിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളവനാ. സോറി ഫോർ കട്ടിങ് യു ഓഫ്. Please continue. ഇല്ലല്ല കഴിഞ്ഞു. കൂടെയുള്ള ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഷസാം ആണെങ്കിലും സുബിനോളജി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആ സർക്കിൾ അടിപൊളിയാണ്, നല്ല സർക്കിളാണ്. നല്ല സർക്കിൾ. പവർ ഗ്രൂപ്പ് ഞങ്ങൾ സ്വയം വിളിക്കുന്ന പവർ ഗ്രൂപ്പ്. 4 പേരും അവൈലബിൾ ആവുന്ന സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളൂ. ഒറ്റയ്ക്ക് ഒരാളില്ലെങ്കിൽ അപ്പോഴത് ക്യാൻസൽ ചെയ്യും. ആ മീറ്റിംഗ് ഭയങ്കര റൂൾസാ. ഒരാളില്ലെങ്കിൽ അവിടെ കിട്ടി, എടാ നൊമാഡിൽ നിന്ന് വർക്കുണ്ട്, നീ ഇല്ലെങ്കിൽ അപ്പോ പകുതി കിച്ചണിൽ വന്നിരിക്കും. അതെ യാസർ നിന്ന് ബർഗർ ഉണ്ടാക്കണം, കട്ടി. അവരങ്ങനെ സപ്പോർട്ടീവ്. That's nice. അവർക്ക് ആ ഒരു ഗ്രൂപ്പ് ഫോം ആവുന്ന ഏത് മൊമെന്റില്ല? അത് ഞങ്ങൾ പ്രാവശ്യം കരാമേ പോയി. എംബന്റെ ഉദ്ഘാടനം. അതെ. അപ്പൊ ഞാനന്ന് ഇങ്ങനെ അപ്പൊ ഇതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ആദ്യം കണക്ട് ആയി. അതാണ് ടൈം ലൈൻ തുടക്കം. നമുക്ക് ടൈം കണക്ട് ആയി ഒരു മാസം നമ്മളിങ്ങനെ കുറ്റം പറയണ്ട ബാക്കിയുള്ളവരെ പറ്റി. എല്ലാരും മോസ്റ്റ്ലി നല്ലപോലെ കുറ്റം പറയും. അപ്പൊ ഞാൻ ഞാൻ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറയും. കാരണം ആ ടൈമിൽ ചെയ്യുന്ന വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന പിന്നെ സുബിനോളജി ഉള്ളൂ. പിന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ പറയരുത്. അങ്ങനെ സുബിനോളജിനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പുള്ളി മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പുള്ളിയെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പുള്ളി മുയലിൽ വന്നിരുന്നു, അവിടെ വന്നിരുന്നു, ഇവിടെ വന്നിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ആഗ്രഹം, നമ്മളിങ്ങനെ പുള്ളിനെ കാണുമ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കാം ഒരു ലെവലിൽ നിന്ന്. അപ്പൊ കരാമയിൽ ഓപ്പണിങ്ങിന് വേണ്ടി ഷോപ്പിന് ഓപ്പണിങ്ങിന് അവിടെ പോയപ്പോ സുബിനോളജി വന്നു. അവിടെ ഞാൻ പറഞ്ഞു വാ പോയി മുട്ടുന്ന നേരം പോയി സുബിനോളജി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മാറ്റി മാറ്റി വെക്കുന്ന ആളല്ലേ. മറ്റേ ശ്രീനിവാസനെ പോലെ ഞാൻ കാണുന്നുണ്ട്. നീ നമ്പർ മേടിക്കുന്ന പറഞ്ഞു. അപ്പൊ ക്യാമറമാന്റെ അടുത്ത് നമ്പർ മേടിക്കാൻ പറഞ്ഞു. ഇവനെ നമ്പർ മേടിച്ച് പോയി. പിന്നെ നീ കോൺടാക്ട് ചെയ്തില്ല, പിന്നെ വിളിച്ചു തോന്നി മെസ്സേജ്. അപ്പം ഇവൻ കുറെ പേർക്ക് മെസ്സേജ് റിപ്ലൈ തന്നത് സുബിനോളജി. എന്റെ കണ്ടന്റിൽ എല്ലാ ഫുഡ് ബ്ലോഗേഴ്സിനെയും കൊണ്ടുവരണം ആ ഒരു പക്ഷെ പുള്ളി മാത്രമേ ഓക്കെ പറഞ്ഞോളൂ. ഈവൻ വെറൈറ്റി ഫുഡ് പോലും ആദ്യം പറഞ്ഞില്ല. അങ്ങനെ സുബിനോളജി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചിൽ അങ്ങനെ പുള്ളി ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ അവിടെ ഇവിടെ വരെ സുബിനോളജി കൂടെ വെറൈറ്റി ഫുഡ് ആദ്യമേ നോ പറഞ്ഞെങ്കിലും പിന്നീട് അവന് കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കണക്ട് ആയി. ഇപ്പോഴും വെറൈറ്റി ഫുഡിയും കൂടെ ഉണ്ട്. വെറൈറ്റി ഫുഡിയും ഇപ്പോഴും എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഫിഫ ഗ്യാങ്. പിന്നെ ഷസാം കണക്ട് ആയി. ഷസാം സുബിനോളജി വഴി കണക്ട് ചെയ്തു. So they already knew each other. Yeah, you guys already knew each other. സുബിനോളജി പറഞ്ഞു 2 പയ്യന്മാരുണ്ടാ, അടിപൊളിയാണ് അവന്മാര്, കേറ്റി വിട്ടായി അവന്മാര്. ഷസാം ആരെ അടുപ്പിക്കുന്നില്ല, ഭയങ്കര റയറാണ്, ഭയങ്കര പിക്കിയ പുള്ളി. അത് ആക്ച്വലി ഭയങ്കര കൂളാണല്ലോ. പക്ഷെ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? How do you keep the relationships maintained? പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല. That's very cool. ഞാൻ അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല, ഇവൻ എന്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെ പുറത്തുള്ള ഫണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ചുമ്മാ. അപ്പൊ നിങ്ങൾക്കൊരു പ്രൊഫഷണലിസം ഓൾറെഡി ഉണ്ട് among your friendships? അങ്ങനെ പ്രൊഫഷണലിസ്റ്റ് ആയിട്ടൊന്നല്ല, അങ്ങനെ സംഭവിച്ചു. നമുക്കറിയാം, നമുക്ക് മുമ്പ് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്, ഇവനും കിട്ടിയിട്ടുണ്ട്. ഇവ ഇപ്പൊ എന്റെ അടുത്ത് പറയടാ, ഇപ്പൊ ഇവന് ആദ്യമൊക്കെ ഞാൻ ഇവന് വീഡിയോ അയച്ചു കൊടുക്കും. ഇവൻ പറയടാ ഇന്ന സാധനങ്ങൾ മാറ്റും, ഞാൻ അതുപോലെ മാറ്റുമല്ലോ. ഞാൻ എന്റെ സെൽഫിഷ് ഞാൻ ചെയ്തില്ല. അപ്പൊ അവൻ പറയുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പറയാനുള്ള freedom is there. Yeah, that's nice. That's so cool. Yeah, since both of you are in the food in the field, were you guys picky eaters as kids? No. I eat everything. No? You would eat anything? Nomadian കണ്ടിട്ട് എനിക്ക് തോന്നി. ഞാൻ ഫിഷ് കഴിക്കില്ലായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ ഇപ്പൊ കഴിക്കും. ഇല്ല, like particular fish or like seafood, like ipo chala അല്ലല്ല, മീൻ മീൻ സീ ഫുഡ് ചെമ്മീനെ കഴിക്കും. പക്ഷെ അല്ലാതെ ഞാനെല്ലാം കഴിക്കത്തില്ല. ഞാനെല്ലാം ട്രൈ ചെയ്യും. ഇതെല്ലാം കഴിക്കത്തില്ല. ഞാൻ എല്ലാം കഴിക്കും. എല്ലാം കഴിക്കില്ല. പോർക്ക് കഴിക്കില്ല എന്നുള്ളൂ. എനിക്കൊന്നുമില്ല പോർക്ക് കഴിച്ച വല്ല പ്രശ്നമുണ്ട്. പ്രശ്നം
സ്മോക്കിന്റെ വീഡിയോ ഉണ്ട്. ഇട്ടിട്ടുണ്ട്. Yeah, I saw the Filipino. Yeah. Yeah, with variety foodie. ഞാൻ വിചാരിച്ചു കുറെ പേര് എന്നെ തെറി വിളിക്കുന്നു, പക്ഷെ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. No, that's അല്ല എനിക്കത് കഴിക്കാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് yeah. ബാക്കി എല്ലാം അവൈലബിൾ ആണ്. Yeah. ഞാൻ ഇപ്പൊ നിനക്ക് M10 ബർഗർ മേടിച്ചിട്ട് നീ കഴിക്കും. ഞാൻ കഴിക്കും. മെസ്സിരിക്കുകയാണ്, വേറെ ഒന്നും കഴിക്കാനില്ലെങ്കിൽ കഴിക്കും. അടിപൊളിയായിട്ട്. ഞാൻ ആക്ച്വലി പ്രതീക്ഷയില്ല. ഞാൻ തോടി ഓടിച്ച് ഞാൻ കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ നല്ല ഭക്ഷണമാണ് ഫുഡ് കഴിഞ്ഞു. അത് കൊള്ളാം. പക്ഷെ ഞാൻ ഡൗട്ട് ആയിക്കട്ടെ യാസിറിന്റെ ബയോല് ഒക്കെ ഞാൻ കണ്ടതാണ് ഇൻ ദി പ്രോസസ് ഓഫ് പെർസ്യൂയിങ്. ഐ സോ ദാറ്റ് ആൻഡ് ദാറ്റ് റിയലി സ്ട്രക്ക് മീ. കാരണം പണ്ടത്തെ ഓരോ ഫീഡ് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഞാൻ പതുക്കെ വന്ന ആളുടെ ടാഗ്സിൽ പോയി നോക്കി. ടാക്സി നോക്കുമ്പോൾ ഒരു മെഡിനോട് എഴുതി വെച്ചിട്ടുണ്ട്. ടാക്സ് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പണിപ്പാളി ഇതൊന്നുമില്ലടാ, മറ്റേ സ്റ്റുഡിയോളജി പോയി നിൽക്കും. ഇതേപോലെ ഒരു വരവ നേരത്തെ വന്നത്. അതുകൊണ്ട് ഞാനിപ്പോ എഴുതിയെടുത്ത് വായിക്കുന്നു. ഓക്കെ, സോ ഐ ഡോണ്ട് ഹാവ് എനി മിസ്റ്റേക്സ്. കഹാനി സുനു 2.0 അതിന്റെ കഹാനി സുനു അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് ടാഗ് ആണോ? അതില് യാസറാണ് വീഡിയോന്റെ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടല്ല ക്യാമറ ഡയറക്ടിങ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിന് വേണ്ടിട്ട് അവന് മ്യൂസിക് വീഡിയോ ചെയ്ത് കൊടുത്തു. അതാണ്. അപ്പൊ ഈ ഇൻ ദി പ്രോസസ് ഓഫ് പെർസ്യൂവിംഗ് എന്ന് പറയുമ്പോൾ if it's too personal you can actually stop me, but still what exactly is your aim to pursue? ഒരു ഫിലിം ഫീൽഡ് മനസ്സിലുണ്ടോ? ഫിലിം ഫീൽഡ് ആഗ്രഹമുണ്ട്. See, I knew it. ഡയറക്റ്റ് ചെയ്യാൻ ഒരു മാസ് ഫിലിം. Even he wants to direct a movie. ആണോ? പണ്ട്. പക്ഷെ അതിപ്പോ അല്ല, ഇപ്പൊ നടക്കില്ല. കൊറേ കഴിഞ്ഞു. എനിക്ക് ഒറ്റപ്പെടാൻ വയ്യാത്. Age is just a number, he can still do it. അതൊരു റെട്രോ സ്റ്റൈലിലായിരിക്കും അല്ലേ? ഇവരുണ്ട് ക്യാരക്ടർ. Oh, so it's all on the process or like? ഇല്ല, ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ട്, പക്ഷെ അതിപ്പോ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ബിസിനസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഇവന്റെ കൂടെ നടക്കുന്നതുകൊണ്ട് ടൈമില്ല. അങ്ങനല്ലല്ലോ, എന്ത് എന്നോട് വരാറില്ലല്ലോ. വരും, നീ വരുമല്ലോ. ഞാൻ പറഞ്ഞേ പോഡ്കാസ്റ്റ് ഉണ്ട്. ഞാൻ വരാം. നോർമലി ഞാൻ വിളിക്കും, കണ്ടന്റ് ഉണ്ട്. എടാ ഞാൻ തിരക്കടാ. അല്ല, ഷാർജയിൽ പോയിട്ട് ചെയ്യാൻ സമയം കിട്ടലില്ല. എനിക്ക് മനസ്സിലാവും. ഇതും ചോദിച്ചതിനോട് ഇന്നലെ ഞാൻ വിളിച്ചു ചോദിച്ചു. കാരണം ഇന്ന് കുറച്ച് പരിപാടിയാണ്, ടൈം ഒക്കെ. അത് നീ വരണ്ട, പ്രശ്നമില്ല, നീ വരണ്ട. എന്നാലും ടൈം പറയടാ, എത്ര മണിക്കാന്ന് പറയടാ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അവര്, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എന്നോട്. ഞാൻ പറഞ്ഞു ലൊക്കേഷൻ നോക്കില്ല, ബാക്കിയുള്ള നോക്കില്ല, ലൊക്കേഷൻ നോക്കില്ല. ലൊക്കേഷൻ അറിയാം എവിടെയാണെന്നല്ലേ. പക്ഷെ ഞാനൊരു ഡൗട്ട് ആയിക്കട്ടെ, ഈ ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് വരുന്ന കുറെ ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുഞ്ഞിലെ തൊട്ടേ അവർക്ക് മനസ്സിലുള്ള ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും, ദേ ആർ മെന്റ് ടു റീച്ച് സംവെയർ എന്നുള്ളൊരു കാര്യം ഉണ്ട്. കുറെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ യു ഗൈസ് ആർ മെന്റ് ടു ബി ഔട്ട് ദേർ എന്ന്? അതെനിക്ക് ഈ അടുത്താണ് തുടങ്ങിയത്. ചെറുപ്പത്തിൽ തോന്നിയിരുന്നു. എവിടെ എത്തുമെന്നല്ല ഞാൻ അതുണ്ടായിരുന്നു. അതെന്നായിരുന്നു എനിക്ക് എവിടെ എത്തൂല എന്നുള്ളൊരു അതെ, അത് ഉറപ്പാ. ട്രൈ ചെയ്തു, എന്തായാലും പിന്നീക്ക് ഒരു പോക്കില്ല. ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാരും പറയുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്താൽ നടക്കും. ഏതൊരു പോയിന്റിൽ നടക്കും, ഒരു മൊമെന്റിൽ നടക്കും. ഫെയിൽ ആവുന്നുള്ളൂ, പക്ഷെ ഫെയിൽ ആവുന്നത് പഠിക്കാൻ വേണ്ടിട്ടാ. കാരണം നമുക്കൊരു അറിയാത്ത ഒരാള് എങ്ങനെ ആ ഒരു കാര്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ UAE കുറിച്ച് പൊതുവെ ആൾക്കാർ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു മണ്ണിനൊരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈബ് ഇവിടെ ഉണ്ടാകുന്ന ഒരു റിലേഷൻ, ആളുകൾ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും അല്ലാതെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നല്ല പ്രത്യേകത ഒരു മണ്ണായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഒരു പോസിറ്റിവിറ്റി ഇല്ല എല്ലാത്തിനും. സർക്കിൾ മാത്രം അതന്നെ, ഒരു ജനറലി അതുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ അങ്ങനെ കുറ്റം പറയുന്നതല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ഒരു പർപ്പസ് ഉള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം ഡ്രീം ഉണ്ട് എന്ന് തോന്നുന്നു. അവിടെയാണ് എല്ലാവരും കൂടെ പണിയെടുക്കാൻ വന്ന ഹാർഡ് വർക്കേ വന്ന, അപ്പൊ എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. വെറുതെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ, എല്ലാവർക്കും അവരെ ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ ഒരാൾ പണിയെടുക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ. ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് എല്ലാം ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്. എല്ലാവരും ശരിയല്ലേ. പിന്നെ എല്ലാവരും സ്ട്രഗ്ലിംഗ് ആ UAE. ആരും അങ്ങനെ അതെ, എല്ലാവരും സ്ട്രഗ്ലിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ഒരാൾ എഫേർട്ട് ഇടുമ്പോൾ തന്നെ കുറെ പേർക്ക് മനസ്സിലാവും. സ്റ്റുഡിയോളജി മാത്രം വലിയ സംഭവം അത് നമ്മൾ ചെയ്ത്, അത് ആരുടെ ഐഡിയ ആണത്? അത് സത്യം പറ.
അല്ല നമ്മളെ അല്ല എന്റെ ഐഡിയ ആണ്. തൻവീറിന്റെ ഐഡിയ ആണ്. നല്ല സാധനമായിരുന്നു. പക്ഷെ അത് എന്താ പറയാ, അതിന്റെ വേറെ വേർഷൻസ് എന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആവുന്നത്. ലൈക്ക് ഇങ്ങനെ ഹാർട്ട് കാണിക്കുക, അല്ലെങ്കിൽ ക്ലയൻസിന്റെ അടുത്ത് അല്ല ക്ലയൻസില്ല സോറി ഇപ്പൊ ഇന്റേൺ ജെൻസി സ്റ്റാഫിന്റെ അടുത്ത് മറ്റല്ല ഇങ്ങനെ ചോദിക്കുക, ലാപ്ടോപ്പ് ചെയ്യുമ്പോൾ മറ്റേ ഇത് ചോദിക്കുക. അപ്പൊ അങ്ങനെ ആക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ അതിനെ മാറ്റാൻ വേറൊരു ആക്ഷൻ വേണം, നമ്മുടേതായിട്ടുള്ളൊരു മാറ്റം വരുന്നുള്ളൂ. നോർമൽ സാധനം ആ ലാപ്ടോപ്പിലെ സ്റ്റിക്കേഴ്സും എല്ലാം കൂടി അത് ഭയങ്കര ആൾക്കാർക്ക്. സത്യം പറയട്ടെ, സ്റ്റിക്കർ ഇട്ടിട്ട് എന്റെ വീട്ടിലെന്റെ അപ്പനും ഭയങ്കര സങ്കടമായിരുന്നു. ആള് പറഞ്ഞു അന്നെ നിനക്ക് 22 വയസ്സായി, നീ ഇപ്പോഴും സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കണമെന്നാണ് എന്റെ വീട്ടിൽ ചോദിച്ചത്. അതിലെ കമന്റ് നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ വരാം. നിങ്ങൾ ജെൻസി ആണല്ലേ? 2000 ജെൻസിയിൽ പെട്ടില്ലേ? പെട്ടുപോയി. ജെൻസി ചീത്തപ്പേരിനെ കുറിച്ച് എന്താ അതിനെ കുറിച്ച് തോന്നുന്നു? ജെൻസിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരും എന്താ ഇഷ്ടപ്പെടാത്തവർക്ക്? ഇങ്ങനെ സ്റ്റൈൽ തന്നെ ആയിരിക്കും. ഞാൻ പലപ്പോഴും പല സ്റ്റൈലും കാര്യങ്ങളും കൂളിംഗ് ഗ്ലാസും അപ്പൊ ഇവന്റെ ആൾക്കാരെന്നെ പറയുന്നുണ്ട് അവന്റെ എന്നാ തോന്നിച്ചത് ഇത്ര നേരം കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് 2 ദിവസം മുന്നേ മെസ്സേജ് വന്നു കേട്ടോ. ഒരു പയ്യൻ ജെൻസി അല്ലവൻ, അവനെ കണ്ട പ്രായമുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുക, ഇവിടെ നിർത്തിക്കോ നിന്റെ പരിപാടി. വേറെ ചോദ്യം വർത്താനൊന്നുമില്ല, നിർത്തിക്കോ നീ ഇവിടെ നിർത്തിക്കോ നിന്റെ പരിപാടി, ഇന്നത്തോടെ നിർത്തിക്കോ. ഞാനും മൊബൈൽ കമ്മീഷനിലുള്ളതാ, 3 വർഷം കൊണ്ട് ഞാൻ മൊബൈൽ കമ്മീഷനിലുണ്ട്. ഈ വായി തോന്നുന്ന വിളിച്ച് പറയണ്ട, ഇത്ര പറയുള്ളൂ. വോയിസ് മെസ്സേജ് ഉണ്ട്, നല്ല ലെങ്താണ്, ഞാൻ ഇത്ര ഷോർട്ട് ആക്കിയത്. അർജുനും ഇതുപോലത്തെ കിട്ടിയിട്ടില്ലേ, ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട്? ഇത് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവനോടും പറയുന്നുണ്ട് നിന്റെ ബർഗർ നിർത്തിക്കോ. ശരിക്കും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കളിയാക്കി കിട്ടിയിട്ടുണ്ട്. അത് എന്താണ് കഫ്തിരെ ഇതിന് നല്ല നല്ലതാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ബർഗേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം സമ്മൺ ഹു എൻജോയ്സ് ഈറ്റിംഗ് ബർഗർ. കഴിക്കാത്തത് ഇസ് ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ. ഐ ജസ്റ്റ് ഡോണ്ട് ഈറ്റ് ഇറ്റ്, ബട്ട് ഐ ലവ് ബർഗേഴ്സ്. ഭയങ്കര ജ്യൂസി ബർഗേഴ്സ് വില കുറവിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ഡ്രീം. കാരണം നമ്മൾ ഈ ബാക്കിയുള്ള KFC-യിലൊക്കെ പോയി ഇറ്റ്സ് മാഡ് എക്സ്പെൻസീവ് ആൻഡ് ഐ ഓണസ്റ്റ്ലി ഡോണ്ട് ലൈക്ക് പേയിങ് ദാറ്റ് മച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ എം സീയിങ് യോർ B60 ആൻഡ് എവറിത്തിങ്. ആൻഡ് സത്യം പറയല്ലോ, മോർ ഓവർ ദാൻ ദി ബർഗർ, എന്നെ അവിടെ ശരിക്കും ആകർഷിച്ചത് not the retro theme, it's your effort that you put out there. Okay. But the effort, I mean not like consistent ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ലൈക്ക് സോഷ്യൽ മീഡിയയിലോട്ട് ഇടാൻ വേണ്ടി ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് എഫേർട്ട് ഉണ്ട്, ഈവൻ വിത്ത് യു. ബിക്കോസ് ഈ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുമ്പം ഇറ്റ് ഇസ് സോ മച്ച് ഈസിയർ ടു നോട്ട് പുട്ട് സോ മച്ച് എഫേർട്ട് ഫോർ ഇറ്റ്. Because it's a platform where you can do stuff very easily, at least what I've seen. So I think those efforts that you guys put, it's something to be praised for. അത് സ്വയം നമുക്ക് വേണ്ട ആത്മാർത്ഥത, അതില്ലെങ്കിൽ നമ്മളില്ല. ആൾക്കാരുടെ വിചാരമുണ്ട് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് അറിയാമെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇല്ല, ചെയ്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഞാനൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന കാണണം. പ്രത്യേകിച്ച് എന്റെ ഒരു വല്ലാത്ത കട്ട, ഞാൻ ഇത് അവിടുന്ന് പിടിച്ച് ഇവിടെ ഇടണം. ഞാൻ തന്നെ ഇടയ്ക്ക് ഇവന്റെ ഫോം അടിച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കും. ചുമ്മാ പറ്റില്ല, ഞാൻ തിരിച്ചു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫോൺ ഏതാ? ഫോണാണോ? 14 Pro Max. സോറി, യാസർ ഏതാ ഉപയോഗിക്കുന്നത്? ഞാൻ ഡാവിഞ്ചി റിസോൾവ്. അയ്യോ, ഞാൻ ഡാവിഞ്ചി പഠിച്ച് ഞങ്ങൾ ചത്തതാണ്. ഷൂട്ട് ചെയ്യുന്നില്ല? ഷൂട്ട് ചെയ്യുന്നത് FX3 മൊബൈലൊന്നും ചെയ്യാറില്ല? ഇല്ല, എനിക്ക് കുറെ കൂടി സിനിമാറ്റിക് ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ഫിൽറ്ററാ? ഐ മീൻ സ്റ്റീരിയോ യൂസ് ചെയ്യുന്നതോ? ഗ്രേഡ് ചെയ്യണല്ലേ? ഫ്രം ബേസ്. That's so cool. എന്റെ സ്ലോ മോഷൻ ആണെങ്കിൽ അവൻ അതേ ഇടും, ആ ഗ്രേഡിങ്. ഇല്ല, പക്ഷെ എനിക്ക് ഞാൻ എടുത്ത് കൊടുത്തിരുന്നു ഒരു ഡാർക്ക് വേറെ ഷെയ്ഡ് കൊടുത്തിട്ട്. മൂന്ന് ഫീഡിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ബർഗർ കഴിച്ചാലോ? വിഷൻ ബോർഡോ? വിഷൻ ബോർഡോ?
എനിക്കിത് എപ്പോഴും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ട്വിങ്കിൾ സ്റ്റാൻലി അങ്ങനെ കുറെ വലിയ വലിയ ക്രിയേറ്റേഴ്സിനെ കാണുമ്പോൾ അവരിങ്ങനെ വലിയ വിഷൻ ബോർഡ് എന്നൊക്കെ പറയും, ഇവൻ മറിയം ജോർജ് ഒക്കെ. അപ്പൊ എന്റെ ഏറ്റവും വലിയ ഡൗട്ടാണ് ഈ മേഖലയിൽ എത്ര ആൾക്കാർക്ക് വിഷൻ ബോർഡ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ഉണ്ടായിരുന്നു? വിഷൻ ബോർഡിൽ എന്താ നമുക്ക് എന്താവണം അങ്ങനെയൊക്കെ ഞാൻ മറിയം ജോർജിനെ കണ്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയപ്പോ മറിയം ജോർജിന് എന്താ ഉള്ളത്? അവന്റെ പറയാൻ പറ്റുന്ന പാർട്ട്ണറിന്റെ അപ്പൊ കണ്ടത് അങ്ങനെ അവിടെ ഫ്രണ്ട്. അപ്പൊ അവരിങ്ങനെ വിഷൻ ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ തന്നെ ഇതെവിടെ വായിക്കാൻ പറ്റിയ ഒരു വിഷൻ ഒരു ബോർഡ് നീക്കത് ഇത്ര സെറ്റ് ചെയ്തില്ല ഇതുവരെ. അല്ല, എനിക്കത് സെറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല, കാരണം അത് ആയില്ലെങ്കിൽ വിഷമാവൂലേ. സത്യം അതാണ്. മറ്റേതാകുമ്പോ നമ്മള് മറന്നു ആയില്ലെങ്കിൽ കുഴപ്പമില്ല, മറവി ഉണ്ടാവില്ലല്ലേ. ഫസ്റ്റ് B60 വരുമ്പോ അവിടെ പീനട്സ് കൊടുക്കും. പിന്നെ അപ്പൊ ഓപ്പണിംഗ് ടൈമിൽ ഒന്നുണ്ടോ? ഞാൻ 1 വീക്ക് വെച്ചിട്ടുള്ളത്. അത് ഫ്രീ ആയിരുന്നോ? അത് ഫ്രീ ആയിരുന്നോ? അപ്പൊ വന്നതാ. ഫ്രീ തീർത്തപ്പോ നീ ആയിരുന്നല്ല തട്ടോട്ട് വന്ന് കപ്പലിന്റെ പറക്കിക്കൊണ്ടത്. അത് അതിനുശേഷം ഞങ്ങൾ നിർത്തിയത്. അതുവരെ പീനറ്റ് ഉണ്ടായിരുന്നു. എന്താടാ See, I am a very big foodie. അപ്പൊ ഫസ്റ്റ് എന്റെ ഇറങ്ങിയാലും ഫസ്റ്റ് ഞാനും എന്റെ കസിൻസും പോയി ട്രൈ ചെയ്യും. നിങ്ങളാണ് ഞങ്ങളെ വിജയം. ആദ്യം വരുന്ന അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് റിയൽ ഫാൻസ്. എന്റെ ഒരു കസിന്റെ ഫിയോൻസയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ B60 വന്ന് വി സെലിബ്രേറ്റഡ്. അപ്പൊ പീനട്സ് ഒഴിവാക്കാൻ അത് ആ ടൈമില് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് 5 ഗൈസിന്റെ പോലെ ഉണ്ട്. അത് ബ്രാൻഡ് ഐഡന്റിറ്റിനെ ബാധിക്കുന്നോണ്ട് ഞാനിപ്പോ പറയുമ്പോ അതായിരിക്കും ഓർമ്മ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ അത് അവരെ കോപ്പി അടിക്കാന്നുള്ളതല്ല, കാരണം അമേരിക്കൻ ആ ഒരു ടൈമില് ഒരു 60s 80s എല്ലാ ബർഗർ ജോയിനിലും ഇതുണ്ടായിരുന്നു. പീനട്സ് ബർഗർ അറിയാം. ഇല്ല, സ്നാക്കിംഗ് ഒരു അത് ഫുഡ് റെഡി ആവുന്നവരെന്തെങ്കിലും ഞാൻ അതിനെ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അത് കോപ്പി അടിക്കുന്ന പറഞ്ഞാൽ പിന്നെ ഞാൻ ബാഗ് മാറ്റി, കാരണം ഐഡന്റിറ്റി വേണം എനിക്ക്, ബ്രാൻഡല്ല. ഞാൻ പോപ്കോൺ ഒക്കെ വെക്കുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഫ്രീ പോപ്കോൺ. അല്ല, അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല. ചെലവ് കൂടുതലായോണ്ട് അതിന് പുതിയ ഫാഷൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഇതെന്റെ ഞാൻ ബുക്കിൽ വരച്ച് ഇതൊരു അല്ല, ഇത് ഇങ്ങനെ ഇങ്ങനെ ആവണം. അല്ലടാ, വട്ടം ഏതോ സിനിമയില്ല കൊറേ കഷ്ടപ്പെട്ടാണല്ലോ ഒരുപാട് അതുപോലെ ഇത് ചെരിച്ച് വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. ചെരിച്ച് വരച്ച്, കാരണം ഞാൻ നോർമലി എഴുതാ തന്നെ ശരിയല്ലോ. ബി ബാക്ക് ഇൻ 60s, അതായത് B60. കാരണം ഒരു ഞാൻ ഈ ബർഗർ ബ്രാൻഡിനൊരു വീട് ബാക്കിൽ 60 കൊടുക്കണേന്ന് പറഞ്ഞു. അതാണോ പറഞ്ഞത്? അതല്ല പറഞ്ഞത്. ആടാ ബാക്ക് ഇൻ 60. 60യുടെ ബാക്കിലാണ് ബി ഇരിക്കുന്നത്. സോറി ഗൈസ്, എനിക്കതൊന്നും പറഞ്ഞു പെട്ടെന്ന് കേട്ടില്ല. എന്നെ അങ്ങനെ നോക്കല്ലേ ഗൈസ്. Something you guys have hyped online but actually didn't like it. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഹൈപ്പ് ചെയ്തിട്ടില്ല. നോമാഡിയൻ ചെയ്തിട്ടുണ്ടോ? സ്റ്റോറിയിൽ മൊത്തം എന്റെ ഒരു ദിവസം സ്റ്റോറിയിൽ ഒരിക്കൽ ഉറപ്പായിട്ട് എന്റെ ഒരു ഫോട്ടോ ഞാൻ ഇടും. അല്ല, പ്രൊഡക്റ്റിനെ പറ്റിയാണോ ചോദിക്കുന്നത്? പ്രൊഡക്റ്റാണ്. ഞാൻ എന്റെ ഇവന്റെ പ്രൊഡക്റ്റ് ആണ് പറയുന്നത്. ഞാൻ നൊമാഡിയനെ ഹൈപ്പ് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ല, കഴിച്ച ഫുഡ് ഫുഡ് but I like how you thought about nomadine hype ചെയ്യുന്നത്. That's even more cool. ഞാൻ ഹൈപ്പ് ചെയ്തിട്ടുണ്ടോ ആലോചിച്ചു. ഫുഡ് ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു സൂപ്പർ സാധനം മക്കളെ പ്രൊമോട്ട് ചെയ്തതിന് എല്ലാരും B60 കഴിക്കും. കച്ചവടം പോകുന്നു. ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഷവർമയുണ്ട് കൊമേഴ്ഷ്യലില്, ബീഫ് ഷവർമ. പക്ഷെ അത് ഹൈപ്പ് ആയിരുന്നു.
അല്ല അവര് ചോദിക്കുന്ന ഹൈപ്പ് ചെയ്തിട്ട് വർക്ക് ആവാഞ്ഞൊരു സാധനം. അത് ചെയ്തിട്ടുണ്ടോ? അത് ക്രെഡിബിലിറ്റി ഇല്ല ഇവൻ കൊറേ ആദ്യം നല്ല റീച്ച് എന്ന വീഡിയോ ഒരു ഷവർമ അല്ലേ? അത് ഷവർമയാണോ? അത് അതൊരു ഷവർമ. And that was your first video. ആ വീഡിയോ ആണ് ഈ വീഡിയോ. എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചോദിക്കുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിൽ അതാ ഫസ്റ്റ് വീഡിയോ. എനിക്ക് ഇപ്പോഴും ആ വീഡിയോ ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി നമ്മൾ ഫുഡ് അങ്ങനെ കാണാൻ സാധനം എന്തോടെ ഉണ്ടാക്കി ഭയങ്കര നാച്ചുറൽ. അയാളാണെങ്കിൽ അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് സ്ക്രിപ്റ്റ് തുടങ്ങിയത് കുറച്ച് ഒരു എത്തി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഫോളോ ചെയ്താലും ശരി ആണോ? അത് ശരിയാ. ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റ് പക്ഷെ നല്ല രസമാട്ടോ. സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ചില സമയത്ത് സ്ക്രിപ്റ്റ് ആണെന്ന് മനസ്സിലാവും. എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. എനിക്കൊരു വൈഫ് ഉണ്ട്. ഞാനത് അതിലേക്ക് ഞങ്ങൾ വരികയാണ്. കടന്ന് വരികയാണ്. ആർക്കും അറിയത്തില്ല. വൈഫൈ ആരാണ് താങ്കളുടെ വൈഫ്? എന്റെ എല്ലാ സുഹൃത്തുക്കളും അറിയാൻ വേണ്ടി വൈഫുണ്ട്. That is the girly pop. അതാണ് I thought that was your girlfriend. വൈഫ്. പുള്ളിക്കാരിയാണ് ഇപ്പൊ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ മൊത്തം. ഇത് പറയില്ലേ എന്നിട്ടാ അയ്യോ പണ്ടൊരു ലൈനല്ലേ എല്ലാ സക്സസിന്റെ ബാക്കിൽ ഒരു അതിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഫുള്ള് സ്ക്രിപ്റ്റ് രേഷ്മ ഭയങ്കര സ്ക്രിപ്റ്റ് എഴുതുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോപ്പിയിൽ ഒന്നുമില്ല. ഓൺ ദ സ്പോട്ട് സാധനം. പാട്ടും പാടും നന്നായിട്ട്. പാട്ട് പാടും നല്ലപോലെ. ടാലന്റഡ്. രേഷ്മ വന്നായിരുന്നു ഇപ്പൊ കുറെ കണ്ടന്റ് കിട്ടിയാലേ. രേഷ്മ വീട്ടിലുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. അറിഞ്ഞില്ല. എനിക്കറിയില്ലായിരുന്നു ഇവരുടെ വലിയ ബന്ധം. രേഷ്മയുടെ ഒരു കഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ രേഷ്മ ക്യാബിൻ ക്രൂ ആണ് എയർ അറേബ്യ. അതിന്റെ ഇടയ്ക്ക് നിന്നാണ് സ്ക്രിപ്റ്റ് എഴുതി ഉറങ്ങാൻ പോലുള്ള സമയമില്ല. പറഞ്ഞോണ്ട് നമ്മള് സ്ക്രിപ്റ്റ് ഇന്നലെ ചെയ്ത വീഡിയോ ഫ്ലൈറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് കിട്ടിയത്. അത് റിലീസ് ആയിട്ടില്ല. എനിക്ക് സ്വഭാവം ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൽ നോട്ടീസ് ചെയ്ത് രേഷ്മയുടെ നെയിൽസ് ആയിരുന്നു. അതിന്റെ കോമഡി അറിയോ? ഇല്ല. അവക്ക് ഫസ്റ്റ് ആണ് ഒരു നെയില്. അത് അത് ഞാൻ ഒട്ടിച്ചു കൊടുത്ത മൊത്തം വീട്ടിൽ വന്ന് ഫുള്ള് ഞാൻ ഒട്ടിച്ചൊട്ടി സെറ്റ് ചെയ്ത്. അപ്പോഴത്തേന് ഇടയ്ക്കൊക്കെ ഈ നെയിൽ ഇങ്ങനെ തട്ടിത്തെറിച്ച് താഴെ പോകും. അത് വീട്ടോട്ട് ഒട്ടിച്ചു വെക്കും. രേഷ്മ സ്വന്തമായിട്ട് ഇപ്പൊ രേഷ്മയാ മൊത്തം. അപ്പൊ അതിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ. വേറെ കാര്യം സാലറി ഉണ്ടോ രേഷ്മയ്ക്ക്? നിങ്ങൾ കണ്ടുമുട്ടുന്നൊക്കെ എങ്ങനെയാ? ലവ് മാരേജ്, അറേഞ്ച് മാരേജ്? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒളിച്ചോട്ടം വലിയ കഥയാ. അതൊക്കെ വലിയ കഥയാണ്. അത് 2000 അവക്ക് 17 വയസ്സുള്ളപ്പോ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു. അങ്ങനെ രേഷ്മ 17 വയസ്സുള്ളപ്പോ കണ്ടുമുട്ടി. രേഷ്മയുടെ വീട്ടിൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ രേഷ്മയുടെ ഇതൊക്കെ പറഞ്ഞ സീനാവും. പക്ഷെ ഇപ്പൊ ഓക്കെ. രേഷ്മയുടെ വീട്ടില് കല്യാണ തലേന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഓളെ ഇത് വേണോ. അതെ, അവർക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങള് തമ്മിൽ സെറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങള് എന്റെ പപ്പയും മമ്മിയാണെങ്കിൽ ഞാൻ വർക്കെല്ലാം കളഞ്ഞ് ഇതിലിറങ്ങിയപ്പോഴത്തേക്ക് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി എന്താ ക്യാമറ പിടിച്ച് നടക്കുന്നത്, എന്താ ഫോൺ പിടിച്ച് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ഡിസ്റ്റായി. ഒരാഴ്ച മുന്നേ വീഡിയോ കണ്ടിരുന്നു. 2 ആഴ്ച മുന്നേ എടാ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോ എല്ലാം ഞാൻ കാണുന്നുണ്ട്. മുടി കുറച്ചുകൂടെ വളർത്താം. നല്ല ലോങ് ഹെയർ ആയിരുന്നു. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമാണ് അങ്ങനെ ആൾക്കാരോട് പറയിപ്പിക്കരുത്. ഇപ്പൊ മുടി കുറച്ചുകൂടെ വളർത്താം കേട്ടോ, മുടി വളർത്തുന്നതാണ് എനിക്ക് നല്ലത്. ഇപ്പൊ ഭയങ്കര കൂളായി. പണ്ട് എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം കൂളായി, എല്ലാം ഓപ്പോസിറ്റ് ആയി. മമ്മിക്കാണെങ്കിലും ചില്ലായല്ല. കല്യാണം പിന്നെ കഴിച്ചു. കല്യാണം ഇങ്ങനെ വന്നു. ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ എന്താ വീഡിയോഗ്രാഫി ആയിരുന്നു. അങ്ങനെ രേഷ്മയെ കൊണ്ടുവന്നു. രേഷ്മ വിഷ്ണു കൊണ്ടുവന്നു. രേഷ്മ MD ആയിരുന്നു. രേഷ്മ IT റിക്രൂട്ടർ. രേഷ്മയെ ജോലി മേടിച്ചു കൊടുത്ത നാട്ടിൽ ഞാനാണ്. അപ്പൊ അതേ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതുപോലെ റിക്രൂട്ടർ ആക്കാം. നല്ല വർക്ക് ഹോളിക്കാണ് പുള്ളിക്കാരി. അപ്പൊ ഇവിടെ കൊണ്ടുവന്നു, ജോലി കിട്ടുന്നു, എല്ലാം 2500 3000. അപ്പൊ എനിക്കറിയാം ഫസ്റ്റ് സ്ട്രഗിൾ എനിക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ വീട്ടുകാര് അന്നേ പറഞ്ഞല്ലേ ഇപ്പൊ പറയാതെ അവൻ നിന്നെയും ജോലിക്ക് വിടത്തില്ല, നീ ആലോചിച്ചോണോ.
അങ്ങനെ ഞാൻ പറഞ്ഞു എടി വെയിറ്റ് ചെയ്യും, നല്ലൊരു ജോലി വരും. അങ്ങനെ ഇവളിങ്ങനെ അപ്ലൈ ചെയ്തു എയർവേയില്. അപ്പം ഒരു വാക്കിൻ ഇന്റർവ്യൂ വന്നു. അപ്പൊ എനിക്കറിയാം ഇവിടെ രാവിലെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്തെല്ലാം നടക്കും. 6 മണിക്ക് ഒരുക്കി കൊണ്ട് നിർത്തി. ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സാധനങ്ങൾ മേടിച്ചതും. അപ്പൊ ഈ ഗ്രൂമിങ് ഭയങ്കര മെയിൻ ആണ്. അതിന് സാധനങ്ങൾ മേടിച്ച് ഭയങ്കര സ്ട്രഗിങ് പീരീഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. വണ്ടി കൊണ്ട് നിർത്തി, അതെല്ലാം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് മെയിൽ വന്നു, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഓക്കെ ആണ്, കൺഗ്രാജുലേഷൻ, അടുത്ത റൗണ്ട് വരണമെന്ന് പറഞ്ഞു. ആ ഒരു ദിവസം തന്നെ അടുത്ത ദിവസം ചെന്നു. അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നു. ആ ഒരു ദിവസം ഫുൾ ഡേ 5 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും സെലക്ട് ആയിട്ടുണ്ട്. ശരിക്കും സെലക്ട് അപ്പൊ ആ കിളി പോയി ഞങ്ങളുടെ നല്ലൊരു. അപ്പൊ ഇവളുടെ അടുത്ത് പറഞ്ഞു, അമ്മാടിയാ ഇനി ജോലിക്കൊന്നും പോണ്ട, ഇനി ഞാൻ സെറ്റ് ചെയ്തോളാം. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെയോ എല്ലാം ജോലിയെല്ലാം സെറ്റായി. ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണോ ശരിയാകത്തില്ല, ക്യാമറ ഇടണോ ശരിയാകത്തില്ല, എന്തെങ്കിലും ജോലിക്ക് പോകണം, ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. എന്നോട് പറഞ്ഞ് ശരിയാവത്തില്ല. അപ്പോഴാ ക്യാമറ എടുത്ത് പിന്നെ വീണ്ടും ഇറങ്ങി ഇങ്ങനെ സെറ്റായി. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയി. ഇപ്പൊ അവളാണ് ഭയങ്കര സപ്പോർട്ടീവ്. So your backbone is your Reshma. Like we told. ഇപ്പം എല്ലാ കണ്ടന്റും സ്ക്രിപ്റ്റും കോമഡി എല്ലാം ഇപ്പം രേഷ്മ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന കോമഡി എല്ലാം ചിരിക്കുന്നുണ്ടെങ്കിൽ അത് രേഷ്മയുടെ ഇതാണ്. ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ അവിടെ പോയിട്ട് ഗൈസ് ഇവിടെ ബർഗറുണ്ട്, ഇത്ര ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ ആളും ചെയ്യും. ബാക്കിയല്ല. ഇപ്പൊ എന്റെ പണി കുറഞ്ഞു, പുള്ളിയർ ചെയ്തോളൂ. But that's really cool. പക്ഷേ യോ സർ നൊമാഡിയൻ, നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ഭയങ്കര ക്രേസ് ആണല്ലോ. അതില് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ തൻവീർ ആൻഡ് മെഹക്, ഇത് എന്റെ ക്രിയേഷൻ അല്ല. ഐ ഹാവ് ടു സേ ദാറ്റ് ഇത് നമ്മുടെ ഓഫീസിലെ ഒരു ടീമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നാളെ യാസറിനെയും നൊമാഡിയനെയും ഞാൻ ഇന്റർവ്യൂ ഇവരുടെ കൂടെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്റെ ഫ്രണ്ട്സും കൂടെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞത്, നിങ്ങളുടെ കാസിനെ കുറിച്ചിട്ട് ആൻഡ് യുവർ ഷൂസ്. ക്യാമറയിൽ കാണില്ലേ? ഷൂസ് ഇടാറില്ല എന്റെ വീട്ടിലിങ്ങനെ ഷെൽഫിൽ എടുത്തിട്ടുണ്ട്. ഇല്ല, പക്ഷെ ഷൂസ് കറക്റ്റ് ആയിട്ട് ഞാൻ നോട്ട്, എനിക്ക് ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഷൂസ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻ ഹിസ് വീഡിയോസ് യു മാച്ച് ഇറ്റ് സോ കൂൾ വിത്ത് യുവർ ഔട്ട്ഫിറ്റ്സ്. ഈ ഷൂ ക്രേസ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു അതോ? ഐ കം ബാക്ക് ടു യു, ബട്ട് ലൈക്ക് വെൻ വാസ് യുവർ ഷൂ ക്രേസ് തിങ്? പണ്ട് തൊട്ടേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് മേടിക്കാനുള്ള പൈസ ഒന്നും ഇല്ലായിരുന്നു. ആഗ്രഹങ്ങളായിരുന്നു ഭയങ്കര. ഷൂ മേടിക്കണം, നല്ല ഔട്ട്ഫിറ്റ് ഇടണം. മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്റെ വീഡിയോയില് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എന്റെ ഔട്ട്ഫിറ്റുകളാണ്. എനിക്കൊരു ഫാഷൻ ഭയങ്കര ഫാഷൻ റിലേറ്റഡ് അതിന്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫാഷൻ ബ്ലോഗുകളൊന്നും വരുന്നില്ല ഗൈസ്. നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഫാഷൻ പ്രൊമോഷൻ തരണം പ്ലീസ്. അപ്പൊ ഇതിൽ ചെയ്യും. എനിക്ക് ഫുഡ്, ഫാഷൻ, ട്രാവൽ ഇത് മൂന്നും ചെയ്യണം ഭയങ്കര ആഗ്രഹം. അതിൽ ചെയ്യണമെന്നുണ്ടല്ലേ? ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എവിടെ പോകും? ഞാൻ ഇവിടെ പോകും, സ്കോട്ട്ലൻഡിൽ പോകും. അവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ സ്കോട്ട്ലൻഡിൽ പോകണം ഭയങ്കര ആഗ്രഹം. സ്കോട്ട്ലൻഡിൽ പോകും. പുതിയതാണല്ലോ. അത് ഈ ഇടയ്ക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞു നമ്മൾ സ്കോട്ട്ലൻഡിൽ പോകാം. ഷൂ എങ്ങനെ പിന്നെ എനിക്കൊരു ഷൂ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓജി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ സാധനം എന്റെ വീട്ടിൽ കോപ്പിയാന്ന് പറ്റിക്കുവാണോ? ഞാനൊരു കിടിലം എന്റെ ഡ്രീം നല്ലൊരു ഷൂ ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടില്ല, അത് സമയമായിട്ടില്ല റിവീൽ ഷൂ ആണ്. ഞങ്ങളോടൊന്നും പറയരുത്. അല്ല, അത് മൊബൈൽ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആണ്. ഔട്ട്ഫിറ്റ് ഭയങ്കര പ്രാന്ത. പക്ഷെ ഇന്ന് ഞാൻ നല്ല വൃത്തിയായിട്ടല്ല, ഇന്ന് ഞാൻ അലമ്പായിട്ടാ വന്നത്. ഒരു ഹനുമാൻ കൈൻഡ് ലുക്ക് ഒക്കെ. അപ്പൊ ഇപ്പൊ ജീവിതം ഇതാണ്, ഉപജീവന മാർഗം, വ്ളോഗിങ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല പൈസ മേടിക്കുന്നുണ്ട്. നല്ല പൈസ വാങ്ങിക്കണ്ടേ അല്ലേ? അതുകൊണ്ട് എല്ലാ പ്രൊമോഷൻ വരാറില്ല. എന്നെ വിളിക്കും, ബ്രോ ഇങ്ങനെ സംഭവം ഉണ്ട്, ഞാൻ ചെയ്യാം. അപ്പൊ എന്റെ റേറ്റ് അതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എന്റെ റേറ്റും എല്ലാം ഓക്കെ ആയിട്ട് മാത്രമേ ഞാൻ ചെയ്യും. അല്ല ആർക്കും വേണ്ടി ഞാൻ ചുമ്മാ, കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. അങ്ങനെ നമുക്ക് ആർക്കും ഫ്രീ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ?
അവര് നമ്മള് കൊടുക്കുന്ന പ്രൊമോഷൻ കൊണ്ട് അവര് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ബിസിനസ് കിട്ടുമല്ലോ. അതിൽ 1% നമ്മൾ ചോദിക്കുന്നില്ല. പിന്നെ ബിസിനസ് വരാത്തവർക്ക് രണ്ടാമത് പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീ കൂടെ മറ്റേ രജനീകാന്ത് പോലെ പടം ഞാൻ പൊളിഞ്ഞാൽ വീഡിയോ ചെയ്ത് കൊടുക്കും, free ആയിട്ട് പടം ചെയ്ത് പൊളിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കൂല. പൈസ തിരിച്ചു കൊടുക്കൂല, പക്ഷെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കും. എനിക്ക് ഇതിനകത്ത് കമ്മിറ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ്. കുറച്ച് കൂടുതലാ. ഞാൻ തന്നെ പറയാറുണ്ട് ഇത്രക്ക് വേണ്ട. പക്ഷെ അതിനൊരു സോറി എന്താ ഇല്ല കമ്മിറ്റ്മെന്റ് കൊണ്ട് നല്ലല്ലേന്ന് പറഞ്ഞു. കാരണം എന്റെ ജോലി ഇതല്ലേ, ഞാൻ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് എല്ലാവർക്കും. അത് വരാതിരിക്കണോ? നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്രശ്നം അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ല സാച്ചുറേഷന്റെ അതിലേക്ക് നമുക്ക് വരാം. അതല്ലാതെ ഇപ്പൊ റിസൾട്ടിന്റെ കാര്യം പറയാം. നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് വരും, നമുക്ക് പ്രതീക്ഷയുള്ള സാധനം ചിലപ്പോൾ വർക്ക് ആവുന്നില്ല. അത് കുറെയൊക്കെ അൽഗോരിതം നമ്മളെ കയ്യിലിരിക്കുന്നതല്ല. അതെ, പെട്ടെന്ന് അറിയാം, പ്രതീക്ഷിക്കാത്ത വർക്ക് ആവുന്നു, അപ്പം നിരാശ. ഹൈപ്പ് ചെയ്തപ്പോൾ ഒരു സാധനം ഉണ്ടായില്ല മറ്റേ, അതെനിക്ക് ഇപ്പോൾ ഓർമ്മ, മറ്റേ ഇത് റെസ്റ്റോറന്റ് ചെയ്ത ഞാനൊക്കെ ഒന്ന് ചെയ്തത്. അത് ഒരു സാധനം കഴിച്ചില്ല നമ്മള്, കബാബ് തെറിവിളിയായിട്ടത് കൂടുതൽ. എന്ത് കബാബായിരുന്നു? ഷീ കബാബ്, കാശ്മീരി ചായ ഉണ്ടായിരുന്നു. കാശ്മീരി ചായ, പിന്നെ എന്തൊരു കബാബ് ഉണ്ടായിരുന്നു. ചപ്ലി കബാബിന്റെ അല്ലടാ, ഷമ്മി കബാബ്. ഷമ്മി കബാബ്. എന്റെ പൊന്നു ബ്രോ, ഞാൻ ചുമ്മാ ചെയ്തേ. പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോ. സാധനം കൈ വിട്ടു പോയി, ഭയങ്കര വൈറലായി. 32,000 ഷെയർ. പക്ഷേ ഒരു റെസ്റ്റോറന്റിന് ഇപ്പൊ ഡെയിലി ഇപ്പൊ ഒരു ഇത്ര കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സാധനം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല. 4 സ്റ്റാഫും. അപ്പൊ അവരുടെ അവിടെ ക്യൂവും ആൾക്കാരും തിക്കും തിരക്കും. എന്തിനാണോ വന്ന് ചെയ്താ ചോദിച്ചത്? ഞങ്ങളുടെ കച്ചവടം ഇത്ര കച്ചവടം മതി. ഇതാണോ കൂടുതൽ ഇതിന് വേണ്ടിട്ട് കുറെ സ്റ്റാഫിനെ അവര് റിക്രൂട്ട് ചെയ്തിരുന്നു? അത് വേറെ. ഓക്കെ. എന്റെ പൊന്നു ബ്രോ, അത് ഞാൻ ഒരുപാട് പെട്ടു. എന്റെ ഇൻസ്റ്റാഗ്രാം ഫുള്ള് തെറിയായിരുന്നു. തിരക്ക് പോയി ഫുഡ് കിട്ടാത്തോണ്ടോ അതോ ഫുഡ് കിട്ടാത്തവർക്കൊന്ന്, പിന്നെ ടേസ്റ്റ് ഇല്ല, അതൊരു നോർമൽ സാധാ ഒരു കടയാണ്. അവിടെ തിരക്കില്ലാത്തപ്പോ പോകണം. 24 hours ആണ്. കാശ്മീരി ചായ നമ്മൾ കുടിച്ച ഞാൻ പോയി, എനിക്ക് മനസ്സിലായി ഭയങ്കര റീച്ച് ആയി. കാശ്മീരി ചായ നമ്മൾ കുടിച്ച സമയത്ത് ഭയങ്കര കട്ടി, ഭയങ്കര തിക്ക്, ഭയങ്കര സാധനം. പിന്നെ അവർക്ക് ആ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ, ബ്ലോഗ് എന്താണെന്നോ അവർക്കും അറിയില്ല. കസ്റ്റമേഴ്സ് എവിടെ നിന്ന് വരുന്നത്, ബ്ലോഗ് കണ്ടിട്ടാണോ ഇവരിട്ടതുപോലെ അവർക്ക് അറിയുണ്ടാവില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നല്ലത് ചെയ്താലും ആൾക്കാർ നമ്മളെ തെറി പറയും. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഒരു ഫുഡ് റെസ്റ്റോറന്റിൽ നമുക്ക് എന്നും അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന കണക്ക് നമ്മളിത് ഒരു ബർഗർ ചെയ്തു, കഫ്റ്റീരിയയിൽ പോയി. ആദ്യ സമയം കുറച്ച് റീച്ച് ഉള്ളായിരുന്നു, എന്നാലും അവർക്ക് തിരക്കുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് വീണ്ടും റീച്ചായി. 3-4 മാസത്തിന് ശേഷം പിന്നെയും അൽഗോരിതം വീണ്ടും കേറി. അപ്പൊ അവിടെ ഷെഫ് വേറെ മാറിപ്പോയി, ബർഗർ ടേസ്റ്റ് മാറി. പിന്നെ ചീത്തവിളി വന്നു. പിന്നെ ചീത്തവിളി എന്താടാ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ. ഇല്ല, അങ്ങനെ ബാക്കിയുള്ള കണ്ടന്റ് ബേസ് ചെയ്തിരിക്കും. ഞാൻ പിന്നെ എല്ലാം സോൾവ് ചെയ്ത് കളയും. ഒരുപാട് കാരണം തല കയറ്റി കണ്ട കാര്യം നമ്മളെ കയ്യിലിരിക്കുന്നല്ല, നമ്മൾ കയ്യിലിരിക്കുന്ന കാര്യം പറയുമ്പോഴാണ് ഞാൻ ചൊറിയുന്നത്. വൈഫിന് ഭയങ്കര ഹേറ്റ് കമന്റ്സ് വരും. അത് കുറെ ആൾക്കാർ ചേച്ചി മെഴുകുവാണല്ലോ, അപ്പൊ അവള് പറയും ഞാൻ ഇച്ചിരി മെഴുകുവരട്ടി ഉണ്ടാക്കും എന്നൊക്കെ അവള് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. റിപ്ലൈ കൊടുക്കുന്നതാണ് അവള് റിപ്ലൈ കൊടുക്കും. അവള് നല്ല പോലെ കോമഡി ആയിട്ട് ഫണ്ണായിട്ട്. നാളെ ഇറങ്ങാൻ വന്നൊരു വീഡിയോയിലുണ്ട് കണ്ടന്റ്. ഈ മെഴുക്ക് വരട്ടുന്ന ചേട്ടന്മാർക്ക് വേണ്ടി ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ടാവും. കവിത. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വാപ്പാടുന്നു. കാരണം ഫ്രീലാൻസ് കഴിഞ്ഞ് ഫ്രീലാൻസിന് ഇറങ്ങല്ലേ, കാരണം ഫ്രീലാൻസ് ഇൻകം ഉണ്ട്. പിന്നെ പെട്ടെന്ന് പിന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോ, ബിസിനസ് പൊതുവെ ആദ്യമൊക്കെ തീരെ സപ്പോർട്ട് ഇല്ലായിരുന്നു. ഒരു 3-4 കൊല്ലം പിന്നിലൊക്കെ. കാരണം ഞങ്ങളുടെ ഫാമിലി ആരും ഇല്ല, ക്ലോസിൽ ആരും അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആരും ഇല്ല. പിന്നെ എല്ലാവരും ജോലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, സേഫ് സൈഡ് ചെയ്ത ആൾക്കാരാണ്. പിന്നെ ചെയ്തവരൊക്കെ ആണെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതലും ഈ പാർട്ട്ണർഷിപ്പിന്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ പൈസ അവിടെ പോയി നഷ്ടങ്ങളുണ്ടായി. പിന്നെ എല്ലാവർക്കും ഒരു പേടിയാണല്ലോ. പിന്നെ ഞാൻ ഫുഡിൽ എന്ന് പറയുമ്പോൾ ഫുഡും ഒരു റിസ്ക്, ഭയങ്കരമായിട്ട് റിസ്ക് ഫാക്ടറുള്ള സംഭവം. അപ്പോൾ ആ ടൈമിൽ ഞാൻ വാപ്പോട് ഫസ്റ്റ് ജോലി റിസൈൻ ആകുമ്പോഴത്തും വാപ്പോട് വെച്ച് വാപ്പ പറഞ്ഞു നീ റിസൈൻ ചെയ്തോ, നമുക്ക് പറ്റിയ റിസൈൻ ചെയ്തു പറഞ്ഞു. അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായി, ഒരു കോൺഫിഡൻസ് ആയല്ലോ. ഒരാൾ നമ്മളെ കൂടെ ബാക്ക് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ. അതേപോലെ ഇത് ചെയ്തോട്ടെന്ന് വെച്ച് ഇങ്ങനെ സ്ഥലം കണ്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നീ ചെയ്തോ, നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. അത് നീ ചെയ്തോ.
അതില് പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് എനിക്കെന്നെ തോന്നിയിരുന്നു ഇതൊക്കെ വർക്കായില്ലെങ്കിൽ ഞാൻ ഇതൊന്നും വർക്കായില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് പറയും വീട്ടിൽ പോയിട്ട്. അതായത് നഷ്ടം വന്നാൽ ഞാൻ പറയണ്ടേ എന്റെ ഇത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നുമില്ല. വാപ്പ പറഞ്ഞിട്ട് ആ കച്ചവടം ഒരു 1000 ഉറുപ്പിക നടക്കൂലേ, അതൊക്കെ നടക്കും. അത് അന്നാ തോന്നിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി വിട്ടു. ആ ഒരു കോൺഫിഡൻസ്, അത് ആ ഒരു മെയിനായിട്ട് ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു എന്നെ ബാക്ക് ചെയ്തത്. ഈ കാറിനോടുള്ള ക്രേസ് എങ്ങനെയാണ്? അത് ഞാൻ ഭയങ്കര അല്ല, ഞാൻ ശരിക്കും പറയാട്ടോ, ഞാൻ വെറുതെ പറയല്ല. ഞാനിത് പറഞ്ഞപ്പം എന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ മെയിൻ കാര്യമായിരുന്നു, അന്ന നിനക്ക് കാസിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് നീ കാസിനെ കുറിച്ച് ചോദിക്കണം. They wanna know about your car. Wait, ഞാൻ എഴുതിയിട്ടുണ്ട് നിസാൻ സ്കൈലൈൻ GT. ഓക്കെ, അത് സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ക്രേസ് ആണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസില്. അപ്പൊ അതിന്റെ ഒരു വെർഷൻ നമ്മുടെ കയ്യിൽ വേണമെന്ന് ചെറുപ്പം മുതൽ ആഗ്രഹമുണ്ട്. പിന്നെ ആർക്കും അത് അങ്ങനെ കിട്ടുന്നില്ല ഇവിടെ, കാരണം ജപ്പാനിലുള്ളതാണ്. അങ്ങനെ അത് എനിക്കൊരു മൂമെന്റിൽ ഇതുപോലെ ഒരു ഫ്രണ്ട് വിൽക്കാൻ വെച്ചിരുന്നു. അവനോട് ഞാൻ ചോദിച്ചത് കൊടുക്കുന്നുണ്ട്, അവൻ കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞ്, ഞാൻ പറഞ്ഞു പൈസ ഇല്ല. അവൻ പറഞ്ഞ് അവൻ അന്ന് സപ്പോർട്ട് ചെയ്തവൻ പറഞ്ഞു നീ അടവിന് തന്നാൽ മതി, നീ മന്ത്ലി തന്നാൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ ആ മന്ത്ലി കൊടുത്ത് അത് 1 കൊല്ലം എടുത്ത് പൈസ കൊടുത്ത് തീർക്കാൻ. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. പിന്നെ രജിസ്റ്റർ ചെയ്തപ്പോ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പണിതു. പിന്നെ അതാണ് ഈ പണികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തുന്നത്. കാരണം ബിൽഡിംഗ് സത്യം പറയാലോ, ഐ ഗോട്ട് ടു നോ വെരി റീസെന്റ് ദാറ്റ് യു ക്യാൻ ബിൽഡ് എ കാർ ലൈക്ക് ദാറ്റ്. എനിക്കത് അറിയില്ലായിരുന്നു. കോൾ മീ ഇലിറ്ററേറ്റ്, ഐ ഹാഡ് നോ ഐഡിയ. ഐ ആം സോ സോറി. അപ്പോൾ ഒരെണ്ണം പണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പൊ പിന്നെ ഞാൻ ഒന്നും കൂടി ചെയ്തു. അപ്പൊ അത് GTR പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. We are doing the car. എനിക്കാ പറഞ്ഞിരിക്കുന്നല്ലേ പൈസ കൊടുക്കും കേട്ടോ. Any awkward vlogging moments you guys have had? ഇല്ല ഇല്ല, ഒട്ടുമില്ല. നിങ്ങൾക്ക് എവിടെ പോയാലും എന്ത് ചെയ്യാമെന്ന് എഴുതിയുണ്ടോ? അങ്ങനത്തെ ധൈര്യമില്ലാത്തവരോടൊന്നും ചെയ്തിട്ടില്ല. ധൈര്യമില്ലാത്തവര് മാറിക്കും. നിങ്ങൾ കഴിച്ചു റോഡിൽ ഇറങ്ങി ഡാൻസ് കളിക്കും, വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും. കണ്ടന്റ് പണ്ടേ അങ്ങനെയാണ്? ചെറുപ്പത്തിലെ ഐ മീൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാത്ത ഒരാളാണോ? സ്കൂളിലൊക്കെ എന്താ പരിപാടി ചെയ്തോണ്ട്? സ്കൂളില് ഡാൻസ് ഞാൻ ഡാൻസറാണ്. അതൊന്നും ആർക്കും അറിയത്തില്ല. എന്റെ ഒരു കമ്മിങ് ബ്ലോഗില് ഞാൻ സാധനം ചെയ്യും. അതാണ് ഞാൻ അടുത്ത ഡിസ്റ്റ്. കാരണം എന്തായാലും എന്റെ ഒരു കൺസെപ്റ്റില് എന്തായാലും കുറെ ഫ്രീ സാധനം എന്റെ കട്ടില് ഇടയ്ക്കിടയ്ക്ക് കുറെ ബീജിയും കാര്യങ്ങളും വരും. ആ ബീജിയും സ്പേസിൽ നമുക്ക് ഡാൻസ് കിട്ടും. നല്ല ബാക്കിൽ കുറെ കൊറിയോ ആൾക്കാരും എല്ലാം കൂടെ നമുക്ക് കളർഫുൾ ആക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും വ്ലോഗ്. എന്റെ ഏറ്റവും ഇഷ്ടമാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഷീ ലവ്സ് ഡാൻസ്. കോവിഡ് സമയത്ത് ഞാൻ ഡാൻസ് കളിച്ചു. ന്യൂസ് 18 ചാനലൊക്കെ ഉണ്ടായിരുന്നു. ന്യൂസ് 18 എന്റെ ഇൻസ്റ്റയിലൂടെ പോകുന്നു. അത് വൈറലായോ? അത് വൈറലായിരുന്നു അത്യാവശ്യം. കല്യാണത്തിന് കളിച്ചതല്ലേ? കല്യാണത്തിന് കളിച്ചു. ഭയങ്കര വൈറലായിരുന്നു. 3 വർഷം മുന്നേ 11 മില്യണോ 1 മില്യൺ ലൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇൻസ്റ്റയിലില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. അത് 3 വർഷം മുന്നേ 10 മില്യൺ വ്യൂസ് 1 മില്യൺ ലൈക്ക് ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റൈലും വേറെ സ്റ്റൈലൊന്നുമില്ല. എല്ലാ ഭരതനാട്യം കളിക്കണോ? കളിക്കാം. സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി ചെയ്യും. ഇവൻ മിമിക്രി ചെയ്യും. അടിപൊളി. വാ ഞാൻ പണ്ട് പെർഫെക്റ്റ് ആയിരുന്നു, ഇപ്പം പെർഫെക്റ്റ് അല്ല. ബട്ട് പെർഫെക്റ്റ് അല്ല. ഇപ്പം കൊച്ചിനെ ഇപ്പൊ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷര കേൾക്കട സത്ത മൂത്രത്തെ കല്ല. കൊച്ചിനെ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ? പണ്ടൊക്കെ എല്ലാം ചെയ്യും. ഇപ്പോഴാണ് ഇതിന്റെ അത് ചെയ്തെല്ലാം. ഞാൻ ജോർജ് സാറിനെ അതിപ്പോ വരില്ല. എനിക്ക് രാവിലെ കമന്റ് ഇടും ആൾക്കാർ വന്നിട്ട്. ഈ കമന്റ് ഇടുന്നവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവര് പറയും പറ്റുന്നു. ചെയ്ത് കാണിക്ക്, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ ടാലന്റ് ഷോക്കേസ് ചെയ്യുന്നത്. ജോർജ് സാറാടാ. ജോർജ് സാറാടാ. ജോർജ് സാറാണ്. നമ്മ
നൊമാഡി നാട്ടിലല്ലേ പഠിച്ചത്? നാട്ടിലെ നല്ല നാട്ടിൽ ഇവിടെ പഠിച്ചത്, ഞാൻ പഠിച്ചത്. ഇവിടെ പഠിച്ചത്. അപ്പം നിങ്ങൾ ഈ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ, അവർ വളർന്ന രീതി വേറെ, നമ്മൾ വളർന്ന രീതി വേറെ, അങ്ങനെ തോന്നുന്നു. ഞാൻ തറയായത്. ഇവൻ കണക്ഷൻ കണ്ടോ? പക്ഷെ ഇല്ല, നമ്മളെ ക്രിയേറ്റീവ് സൈഡ് ഭയങ്കര കണക്ട് ഉണ്ട്. എന്റെ തോട്ട് പ്രോസസ് കുറെ ഒക്കെ വേറെ. ഇവൻ തന്നെ കുറെ പിടിച്ചു നിർത്തല്. ഇവൻ പറയാം അത് ശരിയല്ല, നീ ഇവിടെ വളർന്നോണ്ടാ. ഞാൻ ഓക്കെ ശരി. ഒരു തോട്ട് ഇവന് കൊറേ ഇല്ല ഇവിടുത്തെ UAE വളർന്ന പിള്ളേരുടെ കുറെ സ്വഭാവം ഉണ്ടായിരുന്നു. അത് കുറെ മാറി. അത് പറ, അതിലേക്ക് അതാണ് നമുക്ക് വേണ്ടത്. അത് പറയേണ്ട ആവശ്യമില്ല. അല്ല അത് ഒഫൻസീവോ കേൾക്കുന്നവർക്ക് അത് അല്ല, അത് കുഴപ്പമില്ല, പറഞ്ഞോ. ഇല്ല പറയാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ നെഗറ്റീവ് എന്തായാലും വരും. ഇല്ല, അതുകൊണ്ട് കട്ടിയാ പറ. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാൻ പറ്റും. അത് ഇവിടെ കഴിഞ്ഞിട്ട് പറയാം. പെർഫെക്റ്റ്. അപ്പൊ പറഞ്ഞു ഞങ്ങളെ friends ആണല്ലോ എന്തായാലും. ഇവിടെ പഠിച്ചത് കൊണ്ടുണ്ടായ, ഐ മീൻ യാസർ പറയുന്നതിന് മുമ്പ് നൊമാഡി എന്താണ് ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്? നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ഇല്ലാത്തൊരു സംഭവം ഇവിടെ പഠിച്ച പിള്ളേർക്ക് ഉണ്ട്, പഠിച്ചതുകൊണ്ട് ഉണ്ട് എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ നോളജ് കൂടുതലാന്ന് തോന്നുന്നു. അല്ല, ലൈഫ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കും. Oh, yeah? സീരിയസ് കാരണം നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്ന കേട്ടോ, ഇവിടെ +2 കഴിഞ്ഞാൽ തന്നെ എന്റെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിൾ എല്ലാവരും എന്തെങ്കിലും ചെറിയ ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ കുറച്ചും കൂടുതലാ. കുറച്ചും കൂടുതലാ ഇവർക്ക്. ഞാൻ ഇവൻ പറയുന്നത് ഞാൻ തന്നെയാണ് അവനേക്കാളും പ്രായം. That I also think is the age difference actually. ഇവനേക്കാളും കൂടുതൽ എനിക്കുണ്ടെന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. എന്ത്? ഞാൻ ചെറുതല്ലേ? അങ്ങനെയല്ല, എന്നുവെച്ചാൽ like ഇപ്പോഴത്തെ കാലത്ത് പുതിയ ആളുകൾക്ക് പുതിയ because പക്വത ഉണ്ടെന്ന് പുതിയ ആളുകൾക്ക്. maturity is കൂടുതൽ. അല്ല എല്ലാവർക്കും ഞാൻ ഇപ്പൊ 31 വയസ്സായിട്ട് എനിക്ക് മെച്ചൂരിറ്റി വന്നിട്ടില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, ചാടയാക്കിട്ട് നടക്കും. പക്ഷെ ഒരു സമയമാകുമ്പോ ഇതൊക്കെ പുറത്തു ഉള്ളിന്റെ ഉള്ളിൽ ഒരു പാവം പിടിച്ചൊരു കുട്ടി ഉണ്ടല്ലോ. എല്ലാവരുടെ ഉള്ളിലുണ്ട്. ചെക്കന്മാരെടുത്ത തന്നെ അല്ലേ? അല്ല യാസർ, ഇപ്പൊ ഈ ഒരു 25 വയസ്സ് ആകുമ്പോഴാണ്, 25 വയസ്സിലാണ് സ്വന്തമായിട്ടൊരു തുടങ്ങുന്നത്? അല്ല, ഞാൻ 23 23 വയസ്സിൽ. പക്ഷെ ഞാൻ അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. 2020 ഞാൻ വീട്ടിലുണ്ടാക്കി വെക്കും. എന്ത്? പിസ്സ, പിസ്സ, ബർഗറും പിസ്സയും. എങ്ങനെ വെക്കും? ഓൺലൈൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടാക്കി ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. അപ്പൊ അവരൊക്കെ ഓർഡർ ചെയ്ത് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടും. അന്ന് എനിക്ക് മനസ്സിലായി കിച്ചൺ വേണം, ഷോപ്പ് വേണം, എന്നാലും കസ്റ്റമേഴ്സിന് വരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു ടെമ്പററി പോലെ ചെയ്യാൻ പറ്റും. my dream too. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ആക്ച്വലി പഠിച്ച ലോ, പക്ഷെ എനിക്ക് ഇതാണ് ഇൻട്രസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഞാൻ ഫുഡ് ഇസ് മൈ സെക്കൻഡ് ഇൻട്രസ്റ്റ്. ഐ മീൻ ലൈക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അങ്ങനെ. But so I always used to tell our graduation. കുഴപ്പമില്ല, രണ്ടും തരാം. റാങ്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. ആ ജോലി നോക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എപ്പോഴും പറയാം I'm going to start my own bakery from home. There's no risk, right? You can just cook and sell it. അത്രേ ഉള്ളൂ. അതിന് കുറച്ച് കാലം പഠിക്കും, അതും ഫെയിൽ ആവും. പ്രൊമോഷൻ വിളിച്ചാൽ റേറ്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെ 3 പ്രൊജക്ട് ഫെയിൽ ആയിട്ടാണ് B60 ഉണ്ടായത്. B60 ഉണ്ടായിരുന്നു. പക്ഷെ ആ 3 പ്രൊജക്ട് ഞാൻ പഠിച്ചത് ഇതിലിട്ടു. അയ്യോ, അതിലിട്ടോ B60 ഇട്ടിട്ടാണ് അത് മാക്സിമം നോക്കി. കാരണം ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കിയില്ല, അത്രേ ഉള്ളൂ. അല്ല സാർ, ഇപ്പോൾ 25 വയസ്സൊക്കെ അല്ലെങ്കിൽ 22-23 വയസ്സിലൊക്കെ ഒരാൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് അത് UAE പോലത്തെ ഒരു സ്ഥലത്ത് തുടങ്ങാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവിൽ നമ്മൾ ചിന്തിക്കുക നല്ല കാശുള്ള ഫാമിലിയിലെ ഒരു പയ്യനാണ്, ഇവന് അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ട്, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയുള്ള ആണോ യാസറിൻ്റെ ഒരു സാഹചര്യം? ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നമ്മളെ വാപ്പ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നത്, സാലറി നമുക്ക് ഫാമിലിക്കുള്ള തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ബിസിനസ് കളയാനുള്ള ഇല്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിരുന്നു, ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ഫണ്ട് വെച്ച് ചെറിയൊരു ഫണ്ട് വെച്ചിട്ടാണ് ഫസ്റ്റത്തെ ഷോപ്പ് ഇടുന്നത്. പിന്നെ അവിടെ നിന്നുള്ള പ്രോഫിറ്റ് വെച്ചിട്ടാണ് B60ക്ക് ഫണ്ട് ചെയ്തിരുന്നത് കുറെ. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സാധനം ചെയ്ത് കോൺഫിഡൻസ് ഉണ്ട് കണ്ടപ്പോ പിന്നെ കുറച്ച് ആൾക്കാർ പൈസ ഇടാൻ റെഡിയായി. അതെ, അവർ സൈലന്റ് ആയിട്ടുള്ളതാണ്. യാസർ ബർഗർ ഉണ്ടാക്കിയിട്ട് ആദ്യം ആയിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ആളാ, ലൈക്ക് ആര് ഓ വാവ് ദിസ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞിട്ടാണ് യു ഫെൽറ്റ് ലൈക്ക് ഐ ആം ഗുഡ് അറ്റ് ദിസ്? ഞാൻ ബർഗർ ഉണ്ടാക്കിയിട്ടല്ല, പൊതുവെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാവാറുണ്ട്. മോശം കുറവാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ബർഗർ എന്നല്ല, എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ ഇഷ്ടമായിരുന്നു. ബർഗർ ഓഡിയൻസിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ബർഗർ. കാരണം എപ്പോഴും കഴിക്കാമല്ലോ, മടുപ്പുണ്ടാവില്ല പെട്ടെന്ന്.
പിന്നെ ഭയങ്കരമായിട്ട് ഹാനികരമുള്ള സാധനങ്ങളൊന്നും ഇല്ല. കുറച്ചും ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഞാൻ ചെയ്തത് കുറെ. കുറച്ച് ബർഗർ കഴിച്ചാലോ? അതെ. നല്ല തീരുമാനം. അതിനകത്ത് ബില്ല് അടിച്ചിട്ടുണ്ട്. അത് അതിവിടുന്ന് പോകുമ്പോ തരുന്ന ഡെലിവറി അത് പെയ്ഡ് സീല് കണ്ടല്ലോ ഇല്ല? അല്ല അത് എനിക്ക് പോയി എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തലപ്പാത്തിൽ ഓർഡർ ചെയ്ത് വരത്തില്ല. Dedication. For your own burger? അതെ. Oh, damn. കുറച്ച് കച്ചവടം ബാക്കിയുണ്ട്. No, but let's try out the B60 Yeah, burger. let's bring out B60.